പ്രഭാഷണങ്ങളും കേട്ട് നോക്കിയപ്പം അതേപോലെ തന്നെ മുമ്പ് അൽ ഇസ്ലാൽ വന്ന ലേഖനമൊക്കെ ഞാൻ വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ പല പ്രഭാഷണങ്ങളിലും ഈ ലേഖനത്തിലൊക്കെ ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പം നിങ്ങൾ പറയണത് അത് തെറ്റാണെന്നാണ് പറയേണ്ടതെന്നാണ് നിങ്ങൾ പറയണത്. പക്ഷെ മുമ്പത്തെ പല സംവാദങ്ങളിലുണ്ട്, അതേപോലെ തന്നെ പല പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അൽ ഇസ്ലാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ, ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തിലാണ് നിങ്ങളെ ഇതുണ്ടായിട്ടുള്ളത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വിസ്ഡം മുജാഹിദായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏത് വിഷയം, നമ്മളെ ഇസ്തസ്കില്ല എന്നുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 2-3 മുജാഹിദിനടുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഷിർക്കാണെന്ന് പറഞ്ഞു, വേറൊരു മുജാഹിദ് അതിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞു, വേറെ മുജാഹിദ് ഷിർക്കാണോ ഷിർക്കല്ല എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് 3 ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്. അതായത് ഷിർക്കാണെന്ന് പറയുന്ന ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്, ഷിർക്കല്ല എന്ന് പറയുന്ന ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്, ഷിർക്കാണോ ഷിർക്കല്ല എന്ന് പറയുന്ന ആളുണ്ട്, ഷിർക്കാണോ ഷിർക്കല്ല എന്ന് അറിയില്ല എന്ന് പറയുന്ന ആൾ, അയാൾക്കും തെളിവ് ആരെന്നെയാണ്, ഫൈസൽ മൗലവിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളെ മുൻപത്തെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ഉടനെ പോയി പറഞ്ഞു കൊടുക്കുക ഫൈസൽ മൗലവി തെളിവാക്കാൻ പാടില്ല എന്ന്. തെളിവ് അല്ലാഹ് പറഞ്ഞാണ്, റസൂൽ പറഞ്ഞാണ്. ഫൈസൽ മൗലവി പറഞ്ഞാൽ ദീനിൽ ഒരു അടിസ്ഥാനമില്ല, അതിന് യാതൊരു വിലയും അതിനില്ല, അതൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എത്ര വലിയ ആൾ പറഞ്ഞാലും അയാളുടെ വാക്ക് ദീനിൽ തെളിവല്ല. പിന്നെ ഫൈസൽ മൗലവി ഞാനെന്താ, ഞാൻ ഒന്നുമല്ല. എത്രയോ വലിയ വലിയ മനുഷ്യന്മാർ പറഞ്ഞപ്പോൾ ദീനിൽ തെളിവല്ല. ഇമാം അഹമ്മദിനൊരാൾ ചോദിച്ചു ഒരു സംശയം തമത്തൊഴുമായി ബന്ധപ്പെട്ട്. ഇമാം അഹമ്മദ് ആരെ? ഇമാം അഹ്ലുസുന്നയാണ്. ആ ഇമാം അഹമ്മദ് പറഞ്ഞു അത് നബി അംഗീകരിച്ച, നബി ചെയ്ത കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പൊ ചോദ്യകർത്താവിന് തിരിച്ചുള്ള ചോദ്യം, ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദാ വകദാ, ഇബ്നു മുബാറക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന്. ഇമാം അഹമ്മദ് പറഞ്ഞു, ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ് സമാ, ഇബ്നു മുബാറക് ആകാശത്തുനിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല എന്നാ. ഇബ്നു മുബാറക് ആരാ? മഹാനായ താബിഈ, എത്ര വലിയ ആലിമാണ്. അദ്ദേഹത്തെ പറ്റി ഇമാം അഹമ്മദ് പറയാ, അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങിയ ആളല്ല. ആകാശത്ത് നിന്ന് അല്ല ഇറക്കി തന്നിട്ട് ഇയാൾ പറഞ്ഞൊക്കെ സ്വീകരിച്ചോളി പറഞ്ഞതാണെങ്കിൽ ഓക്കെ, അങ്ങനെ വന്നതല്ലോ. അതുകൊണ്ട് ഇബ്നു മുബാറക് പറഞ്ഞാലും ശരി അംഗീകരിക്കാൻ പറ്റും ഇമാം അഹമ്മദ് പറയാം. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, വൈന്ന ഇബ്രാഹിമിൽ അദ്ദേഹം ഖാല കദാ വകദാ, ഇബ്നു മുബാറക് മാത്രമല്ല ഇബ്രാഹിമിൽ അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു, അലൈക്കും ബിൽ അസുൽ, നിങ്ങൾ അസുലാണ് സ്വീകരിക്കേണ്ടത്, അസുലാണ് സ്വീകരിക്കേണ്ടത്, വ്യക്തികളല്ല. കാരണം ഒരു ശരീഅത്തിൽ കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. വലിയ ബഹുമാനമുള്ള ഒരാളുടെ വാക്കിന് വേണ്ടി ശരീഅത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല, മതത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. അയാളേക്കാൾ ബഹുമാനം ശർഇനാണ്, മതത്തിനാണ്. എത്ര വലിയ ആൾ പറഞ്ഞു, അയാൾ വലിയ ആളായത് എന്തുകൊണ്ടാണ്? ദീനിന് സേവനം ചെയ്തപ്പോഴാണ്. അയാളെ കൊണ്ട് ദീന് വലുതായിട്ടില്ല, ദീനെ കൊണ്ട് അയാൾ വലുതായതാണ്. ദീൻ അല്ലാഹ് ഇറക്കി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അത് അത്രേ ഉള്ളൂ. ആ ദീന് സേവനം ചെയ്താൽ നമുക്ക് അതിൻ്റെ കയ്യിലുണ്ടാവും. നമ്മളെ കൊണ്ട് ദീന് വലുതാവോ? ഇല്ല, അത് അല്ലാഹ് വലുതാക്കിയൊരു വലുപ്പനുണ്ട്, അത് അല്ലാഹ് സംരക്ഷിക്കും ചെയ്യും. അതിന് സേവനം ചെയ്താൽ നമുക്ക് ലാഭം. അപ്പം ഒരു വലിയ ആളൊരു വാക്കുണ്ട്, ദീനിൽ മറ്റൊന്നുണ്ട്, അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കാട്ടുക? ഒന്നും കാട്ടാതെ അയാളോട് പറയാം, അത് സ്വീകാര്യമല്ല. അതുകൊണ്ടല്ലേ ഇമാം ഷാഫി അസ്ലാത്ത് ഹുമൈൻ സുബൈക്ക് ബാങ്ക് കൊടുക്കുക പറയണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? സുബൈഹിയുടെ ബാങ്കിൽ അസ്ലാത്ത് ഹുമൈൻ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടും APK പള്ളിക്കലൊക്കെ അത് പറയുന്നുണ്ട്. കാരണം എന്താ? ഇമാം ഷാഫി ആ പറഞ്ഞത് ശരിയല്ല, ഇമാം ഷാഫി അപ്പറഞ്ഞത് ശരിയല്ല, ഹദീസിനോട് യോജിക്കുന്നില്ല, നമ്മൾ സ്വീകരിച്ചു. ഇമാം മാലിക് പറഞ്ഞു ശവ്വാൽ 6 നോമ്പ് എനിക്ക് ഇഷ്ടമില്ല, ബിദ്അത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഇമാം മാലിക് പറഞ്ഞു. പക്ഷെ നമ്മളാരും സ്വീകരിച്ചിട്ടില്ല, അത് സുന്നത്താണ്, ഹദീസിനോട് സ്ഥിരപ്പെട്ടു. മരിച്ചാക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അയാളുടെ വലിയ നോമ്പ് നോറ്റ് വിട്ടാം എന്ന മസലയിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ആദ്യം പറഞ്ഞു ആ ഹദീസ് സ്വഹീഹല്ല, അവിടെ നോമ്പ് നോറ്റ് വിട്ടാൻ പറ്റൂല. പിന്നെ ഇമാം ഷാഫി പറഞ്ഞു ആ ഹദീസ് സ്വഹീഹാണ്, അവിടെ നോമ്പ് നോറ്റ് വിട്ടാൻ പറ്റും. അവസാന കാലത്ത് ഇമാം ഷാഫി പിന്നെയും പറഞ്ഞു അല്ല സ്വഹീഹല്ല, നോറ്റ് വിട്ടാൻ പറ്റൂല. 3 അഭിപ്രായം ഇമാം ഷാഫിക്ക്. 2ാമത്തെ അഭിപ്രായം ശരി, 1ാമത്തെ ശരിയല്ല, 3ാമത്തെ ശരിയല്ല, 2ാമത്തെ ശരി. അപ്പോൾ 1ാമത്തിന് ഇമാം ഷാഫിക്ക് ഒരു കൂലി കിട്ടും, 2ാമത്തിന് 2 കൂലി കിട്ടും, 3ാമത്തിന് 1 കൂലി കിട്ടും. ഇമാം ഷാഫിക്ക് 4 കൂലി കിട്ടും. ഇമാം ഷാഫി മോശക്കാരനല്ല.
അപ്പോൾ ഈ ഒരു വിസ്ത മുജാഹിദ് അങ്ങനെ പറയില്ല, ഫൈസൽ മൗലവി തെളിയാന്ന് പറയില്ല. നിങ്ങളെപ്പോലെ തന്നെ മറുപടി ഇല്ല. അല്ല, വിസ്ത മുജാഹിദും പറയില്ല, അത് സംശയമൊന്നുമില്ല നമുക്കായിരിക്കും. വിസ്ത മുജാഹിദ് സംബന്ധിച്ച അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, സലഫിൻ്റെ മനഹജിലുണ്ടോ ഖലാസ്. അതിനപ്പുറത്ത് ഫൈസൽ മൗലവി പറഞ്ഞാൽ പോയി അവിടുന്ന് കറി, അത്രേ ഉണ്ടാവുള്ളൂ. അതാ വിസ്ത മുജാഹിദ്. അല്ലാതെ ഇവിടെ ആര് പറഞ്ഞാലും അവിടെ സമീന വാസ്തവനെ പറഞ്ഞ ആളെ കിട്ടൂല. അത് കിട്ടുന്ന മുജാഹിദ് വേറെയാണ്, ഇതല്ല, അത് വേറെ മുജാഹിദുണ്ട്. അത് സർക്കാർ വന്നാൽ പിന്നെ അപ്പുറത്തേക്കില്ല, മേലിന് ഓടിട്ടതിന് അപ്പുറത്തേക്കില്ല, അത് എന്തും മാറ്റിക്കോളും, ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ആൾ പറയില്ല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഫൈസൽ മൗലവി തെളിവാക്കാൻ പാടില്ല, ഫൈസൽ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് തെളിവാക്കിക്കോളും. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച പ്രമാണം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു. മാക്കാലല്ലാ മാക്കാൽ റസൂലുള്ള, അതാണ് തെളിവ്. അതിനപ്പുറത്തെ തെളിവില്ല. നിങ്ങളും ഐക്യത്ത. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് മുജാഹിദാവാം. ഓക്കെ, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. ഇവിടെ ചോദിക്കപ്പെട്ടതിൽ പ്രത്യേകിച്ച് നിഴലിച്ചു നിൽക്കുന്നൊരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളിൽ ഒരു വ്യക്തത വരാത്ത അവസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടാകാറുണ്ട് എന്നതാണ്. പലയിടങ്ങളിലും ഈ സംശയവുമായി ഇദ്ദേഹത്തെ പോലുള്ളവർ വരാറുണ്ട്. കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിലും ഇതേ കാര്യവുമായി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് വിശ്വാസപരമായി തന്നെ സമസ്തക്കകത്തുള്ള വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ, അതുപോലെ വ്യതിയാനങ്ങൾ, നിലപാടെടുക്കാൻ പറ്റാതെ അവർ കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മുൻനിർത്തി ഇദ്ദേഹത്തോട് തന്നെ വളരെ ആത്മാർത്ഥമായി നിങ്ങളതൊന്ന് പഠനവിധേയമാക്കണം. കാരണം വിശ്വാസപരമായ കാര്യങ്ങളാണല്ലോ, പരലോകത്ത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് അത്തരം തീരുമാനമാകാത്ത വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ നിലപാട് നിങ്ങളുടെ അണികളോട് നിങ്ങൾ പറയണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വീണ്ടും പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിൽ ആ ചോദ്യവുമായി വന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി ആ വിഷയത്തിലേക്ക് നൽകാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനനായ ഫൈസൽ മൗലവി മാല കിതാബുകളിൽ സമൂഹം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അതുപോലെ സഹായത്തേട്ടം തുടങ്ങിയ കാര്യങ്ങൾ, അതിനുവേണ്ടി ഒട്ടനവധി നിർമ്മിക്കപ്പെട്ട കഥകൾ, സ്വപ്ന കഥകൾ അത്തരം കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉദാഹരണമായി വായിച്ചു കേൾപ്പിച്ചു. ഇപ്പം ഈ സമയത്ത് സമസ്ത മുഷാവറയിൽ നേറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ഒരു തർക്കം എന്നത് ഇസ്തിഗാസ ഞങ്ങൾ നടത്തുന്നില്ല, ഇടതേട്ടം മാത്രമാണ് നടത്തുന്നത്. ഇസ്തിഗാസയായാലും ഇസ്തിഷ്ഫ ആയാലും അതുപോലെ തബറുക്കായാലും എന്തെന്നെയാണെങ്കിലും അതൊക്കെ തവസ്സുലാണ് എന്ന രൂപത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ളവർ, അദ്ദേഹത്തിൻ്റെ മകൻ കാന്തപുരം മുസ്ലിയാർ, ഇവരൊക്കെ ഇതിപ്പോൾ ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അലവി സഖാഫി, സുലൈമാൻ സഖാഫി, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോലുള്ളവർ എഴുതി കൂട്ടിയ പുസ്തകങ്ങൾ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചത് മായ്ക്കപ്പെടാതെ അവിടെ കിടക്കുന്നു. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് വിളിച്ച് യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന നിലക്ക് ഇസ്തിഗാസ വിബൽ ഘട്ടത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ സഹായം തേടാം എന്ന് തന്നെയാണ്. അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന നിലക്ക് തന്നെ സൂറത്ത് മാഇദയിലെ ആയത്ത്, ഇവിടെ നേരത്തെ വീഡിയോ കാണിച്ചു, സൂറത്ത് നിസായിലെ ഇൽദലമു അൻഫുസഹും ജാഊക എന്ന ആയത്ത്, അതേപോലെ ഉള്ള ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ച് ചെയ്ത കാര്യങ്ങൾ. ഇനി ഇവർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായമായി പറയുന്നവർ കപടന്മാരിൽപ്പെട്ടവരാണ് എന്ന് ആരാ പറയുന്നത് അറിയോ? ഇന്നും മർക്കസു സഖാഫത്തു സുന്നിയയിലെ പ്രധാന ഉസ്താദായിട്ടുള്ള ഒരു ബാക്കവിയാണ്. അദ്ദേഹം ഇപ്പം ഈ പ്രശ്നം നടക്കുന്നതിനിടെ ഇറക്കിയ പുസ്തകമാണ് അഷ്റഫുൽ അൽവാൻ ഫി തഖരീബി മൗലി ഷറഫൽ അനാം. ഷറഫൽ അനാം ഏതാ? ഈ റബീഉൽ അവ്വലിൽ കാര്യമായി
പാരായണം ചെയ്യപ്പെടേണ്ട മൗലിദിൽ പെട്ടതാണ് ഷറഫുൽ അനാം. ഇതിൽ 161 പേജ് മുതൽ നീണ്ട ചർച്ചയാണ്. ഇസ്തിഗാസയും തവസ്സുലും ഒന്നാണോ, ഒന്നാക്കാൻ പറ്റൂലേ, രണ്ടാക്കി പറയണോ, ആ നിലക്കുള്ള ചർച്ചയാണ്. അതിൻ്റെ മുമ്പ് 125 പേജിൽ ഇതിൽ പറഞ്ഞ ചില വരികളുണ്ട്. എന്താണ് ആ വരി? ഇന്നത്തെ കാലത്ത് ഫൽ ഇസ്തിഗാസ ആദത്തുൻ ജാരിയ ബൈന സലഫ്, സമസ്ത ഇവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു വന്ന കൊടുത്ത കഴിവ് പ്രകാരമുള്ള ഇസ്തിഗാസ മാല കിതാബുകളിലും മൗലിദ് കിതാബുകളിലും വകകളിലും ഏടുകളിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ കാര്യം, ഇതൊക്കെ സലഫിൽ അഥവാ പൂർവികരിൽ ഉണ്ടായിരുന്നത്രേ. ലാ കമാ യഫ്ഹമു ബഅദുൻ നാസ് ഫി സമാനിൽ ഹാദിർ, ഇന്നത്തെ കാലത്ത് ചില ആളുകൾ മനസ്സിലാക്കുന്ന പോലെയല്ല. എന്താ മനസ്സിലാക്കൽ? അവരിലുണ്ട് യഖൂലൂന ലാ അഖൂമു ബിൽ ഇസ്തിഗാസ ബൽ നതവസ്സൽ, ഇസ്തിഗാസ നടത്തൂല, തവസ്സുലേ നടത്തുള്ളൂ. ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീന വൻസിന്ദീഖീന, അവരാരിൽപ്പെട്ടവരാ? കപടന്മാരിലും വേണ്ട സിന്ദീഖീങ്ങളിൽ പെട്ടതാണ്. ആര്? കാന്തപുരം മുസ്ലിയാരുടെ പ്രധാന സ്ഥാപനം മർക്കസിലെ ഉസ്താദ്. ഈ പുസ്തകം ഇന്നും പിൻവലിച്ചിട്ടില്ല, ഇനി പിൻവലിക്കുമെന്ന് അറിയില്ല. ഇപ്പം അച്ചടിക്കണില്ല, ഇത് PDF നമ്മൾ എടുത്താണ്. എന്തായാലും ഇയാൾ ഇറക്കിയ വേറെ മുദബ്ബിർ ലാലുമായി ബന്ധപ്പെട്ട പുസ്തകം തരുന്നില്ല, അത് ഔട്ടാക്കി. അത് ഉസ്താദ് പറഞ്ഞു കൊടുക്കരുത് എന്ന്, കാരണം അതിൽ പ്രശ്നമുണ്ട്. എന്നിട്ട് പറയാണ് ലിഅന്നൽ ഇസ്തിഗാസ വാജിബുൻ അലാ കുല്ലി മുസ്ലിം വമുസ്ലിമ 5 മറാത്ത് ഫി കുല്ലി യൗമിൻ വലൈല അലൽ അഖൽ, ചുരുങ്ങിയത് 5 തവണെങ്കിലും നിർബന്ധ ബാധ്യത എന്നാ. മരിച്ചവരെ വിളിച്ചുകൊണ്ട് തേടലേ, ഇത് പാടില്ല എന്ന് മുഷാവറയിൽ പുകഞ്ഞ ചർച്ചയാണ്. അപ്പം എന്താ ചെയ്യുക? അപ്പം ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മതി അൽമനാറും ഇനി ഏതൊക്കെ അൻസാരി ആകട്ടെ, ഏത് സാധനം ആകട്ടെ, അതിക്ക് പോകൽ. ഇത് നസീഹത്തോണ്ട് പറയാണ്. സ്വന്തം പാളയത്തിൽ തന്നെ ഷിർക്ക് തീരുമാനാകണില്ല. മുജാഹിദുകളെ സംബന്ധിച്ച് സലഫികളെ സംബന്ധിച്ചുള്ള ഷിർക്കിനെ പറ്റി ചിന്തിക്കണമെന്നല്ല, മനസ്സിലായല്ലോ. കാരണം അത് വൻ പാപമാണ്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ പെട്ടെന്ന് പറ്റപ്പോൾ ഉലമാ സമ്മേളനം നടത്തിയല്ലോ 2 വർഷപ്പുറം. പേരോട് മുസ്ലിയാരുടെ കീഴിലാണ് ഓരോ ജില്ലകളിൽ ഉലമാ സമ്മേളനം നടത്തിയത്. എന്തിനാ? CM മടവൂരിൻ്റെ വിഷയത്തിൽ അതിരുവിട്ട് പോയപ്പോഴാണ്. എന്തിനാ അങ്ങനെ നടത്തേണ്ടി വന്നത്? അപ്പം അത്തരം അടിസ്ഥാന വിഷയങ്ങൾ തീരുമാനമാക്കപ്പെടാതെ സമൂഹ മധ്യത്തിൽ എന്തോ ഒരു കുമിള വീർപ്പിച്ച് പറത്തുന്ന രീതി അതൊരിക്കലും പ്രിയ സുഹൃത്തുക്കൾ ചെയ്യരുത്. ബലില്ലദീന കഫറു ഫി ഇസ്സത്തിൻ വശിഖാഖ്, വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാത്ത ആളുകളെ പറ്റി പറഞ്ഞതാണ്. അവർക്ക് എപ്പോഴും ഒരു ഇസ്സത്ത്, ഒരു പ്രതാപം, അവരിങ്ങനെ ഷിഖാഖ് ഛിദ്രതയിലായിരിക്കും എന്ന് ഖുർആൻ വ്യക്തമാക്കി തന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഗണത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നതിനെ പേടിക്കുക. അള്ളാഹു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്താൾക്ക് ചോദിക്കാം. എൻ്റെ പേര് സൗബാൻ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നബിദിന ആഘോഷം ബിദ്അത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദ്അത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം മാലിക് റഹിമഹുല്ലാഹ്ക്ക് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? അത് നോക്കിയിട്ട് പറയാം ഏത് കിതാബിലാണ് പറഞ്ഞെന്നുള്ളത്. നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക, നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, അറിയാത്തത് അറിയില്ല, നോക്കി പറയാന്നുള്ളത് നോക്കി പറയാന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് മറുപടി വന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. ഒന്ന് അടുത്ത കൊടുക്കും, നമ്മൾ മൂപ്പർക്കുള്ള അടുത്ത ചോദ്യത്തിനുള്ള അവസരം കൊടുക്കും.
ഇദ്ദേഹത്തിന് അതേ ചോദ്യം തന്നെയാണ്. എന്നാ ഞാൻ അടുത്ത കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സക്കീർ ഹുസൈൻ, ഇരുമ്പുഴിയാണ്. എൻ്റെ ചോദ്യം, പ്രമുഖ സഹാബിവരനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മദീന പള്ളിയിൽ സഹാബിമാർ ഒരുമിച്ച് കൂട്ടി വളരെ വിപുലമായ രീതിയിൽ മൗലിദ് നടത്തിയിരുന്നു എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രഗത്ഭനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് വഫാത്തിന് ശേഷവും മൗലിദ് നടത്തിയിരുന്നു എന്ന രീതിയിലുള്ള ക്ലിപ്പുകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അസ്ഹാബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ ഒരു കവിയായിരുന്നു. റസൂലുള്ളാഹിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് കവിതയുടെ മറുപടി പറയുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ മഹത്വങ്ങൾ വർണ്ണിക്കുകയും ചെയ്തിരുന്ന ഒരു കവിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം വന്ന ആ രീതിയിലുള്ള പദ്യഗദ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന മൗലിദിലുള്ള രീതിയിലുള്ള വരികൾ അതിലുണ്ടായിരുന്നോ? ഇർത്തകബത്തു അലൽ ഖത്ത, അതുപോലെ തന്നെ അബ്ദുക്കൽ മിസ്കീൻ തുടങ്ങിയ ശിർക്കൻ വരികൾ അന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഈ മൗലിദിന് പല രീതിയിൽ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്നുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട്. ഇതിന് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന പ്രഗത്ഭനായ സ്വഹാബി, അദ്ദേഹം നബിതങ്ങളെ പ്രശംസിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. 4 ഖലീഫമാർ മാത്രമല്ല, സ്വഹാബിമാർ പലരും പല സന്ദർഭങ്ങളിൽ നബിയെ പ്രശംസിച്ച വചനങ്ങൾ കവിതയായും അല്ലാതെയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ചയുള്ള നബിദിനവുമായി ഒരു നിലക്കും ബന്ധമുള്ള കാര്യങ്ങളല്ല. ഹസ്സാൻ ബിൻ സാബിത്ത് അറിയപ്പെട്ട കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഇസ്ലാമിലെ ശത്രുക്കൾ നബിയെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലും. അന്നത്തെ കാലത്ത് കവിത വലിയൊരു ആയുധമാണ്. അന്ന് ഏതാണ്ട് പ്രധാനപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം, തറവാട്ടുകാർക്കെല്ലാം തറവാട്ട് കവികൾ അവർക്കുണ്ടായിരുന്നു. തീറ്റി പോറ്റി കൊണ്ടടക്കും. ഈ തറവാട്ടുകാരെ മദഹ് പോലെ അങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കും. മറ്റേ തറവാട്ടുകാരെ താഴ്ത്താൻ വേണ്ടിയും ഇവരെ ഒരു ഉപയോഗിക്കും. പരസ്പരം വൈരാഗ്യമുള്ള തറവാട്ടുകാർ തമ്മിലൊക്കെ മറ്റേ തറവാട്ടിനെ പറ്റി ഇവരെ കൊണ്ട് 4 പാട്ടാണ് പാടിപ്പിച്ചാൽ മതി. അത് നാട് മൊത്തം പ്രചരിക്കും. അതോടെ തലമുറകൾ വരെ തലപൊക്കാൻ പറ്റാതായി മാറും ചില തറവാട്ടുകാരൊക്കെ. അവിടെ കവികളെ വലിയ പേടിയാണ്, സാഹിറുമാരെയും വലിയ പേടിയാണ്. അപ്പം കവികൾക്ക് അന്ന് വലിയ സുഖം, അവർക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാം, അധ്വാനിക്കൊന്നും വേണ്ട. അങ്ങനെ ഇസ്ലാമിനെതിരായി, നബിക്കെതിരായി പല കവികളെയും കൊണ്ട് മക്കയിലെ മുസ്ലിക്കീങ്ങൾ കവിതകൾ ചൊല്ലിക്കുക, നബിയെ ആക്ഷേപിച്ചുകൊണ്ട്. അപ്പം നബി ഹസ്സാനോട് പറയും, ഹസ്സാൻ മറുപടി കൊടുക്കുക. അപ്പം അവരെ കവിതയ്ക്ക് അതേ നാണയത്തിൽ തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുമായിരുന്നു. ഇങ്ങോട്ട് എന്താണോ വിമർശനമായി പറഞ്ഞത്, ആ വിമർശനത്തെ കവിതയിലൂടെ തന്നെ അങ്ങോട്ട് ആക്ഷേപിച്ചുകൊണ്ട് അതിന് മുനയൊടിക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ, നബിയുടെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന പദപ്രയോഗങ്ങൾ എല്ലാം അദ്ദേഹം നടത്തിയിരുന്നു. അത് ഹസ്സാൻ ബിൻ സാബിത്ത് മാത്രമല്ല, പല സ്വഹാബിമാരും. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട കവിയാണ്, സാഹിത്യകാരനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രസിദ്ധമാണ്. ദീവാനു അലി എന്ന പേരിൽ അലി ബിൻ അബീ ത്വാലിബിൻ്റെ കവിതാ സമാഹാരം നമുക്കിപ്പോഴും ലഭ്യമാണ്. അതിലൊക്കെ നബിതങ്ങളെപ്പറ്റി പറഞ്ഞൊരുപാട് കവിതകൾ കാണാം. താബിഈങ്ങളുണ്ട്, തമിഴ് താബികളുണ്ട്, പല കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും റബീഉൽ അവ്വലിലല്ല, നബി ജനിച്ചതുമായി ബന്ധപ്പെട്ടല്ല, അതിന് പേരിൽ സംഘടിപ്പിച്ചതല്ല. ആ നിലക്കുള്ള ഒരു ബന്ധവും അതുമായിട്ടൊന്നുമില്ല. ഒന്നുകിൽ ആക്ഷേപം വരുമ്പോൾ ആ ആക്ഷേപത്തിന് ഗണ്ണിക്കുന്നു, അല്ലെങ്കിൽ മേന്മകൾ പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ആ മേന്മകൾ അവിടെ പറയുന്നു.
അത് നമുക്കും മാതൃകയാണ്. നബി ആക്ഷേപിക്കുന്ന എന്ത് വേദി ഇവിടെ വന്നോ അതിനെ ഗണ്ണിക്കണം, നമ്മൾ ചെയ്യാറുണ്ട്. നബിയെ ചോദ്യം ചെയ്യുന്നൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയ വന്നാൽ നബിയുടെ മഹത്വം പറയുന്ന 100 പോസ്റ്റുകൾ അത് താഴെ കൊണ്ടുപോയി ഇടും. അതെന്താ? അത് ഈ മാതൃകയാണ്. നബിയെ ആക്ഷേപിച്ച ഒരു ലേഖനം വന്നാൽ ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളും നബിയുടെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുന്നതായി അപ്പോഴേക്ക് രചിക്കപ്പെടും. നബിയെ ആക്ഷേപിച്ച ഒരു പ്രസംഗം സംഘടിപ്പിച്ചാൽ സമാനമായി തിരിച്ചു പ്രസംഗം വെച്ച് നബിയുടെ മഹത്വങ്ങളെ അവിടെ പറഞ്ഞു കൊടുക്കും. നബിയെ അറിയുക, പ്രവാചകനെ അറിയുക എന്നൊക്കെ പേരിൽ എത്രയെത്ര ക്യാമ്പയിനുകൾ പോലും മുജാഹിദ് പ്രസ്ഥാനമൊക്കെ സംഘടിപ്പിച്ചു പോയി. അത് ആ മാതൃകയാണ്. അതാണ് നമുക്കതിലുള്ള പാഠം. അല്ലാതെ അവരാരും അതല്ല. പിന്നെ ഈ മൗലിദിൻ്റെ പേരിലേക്ക് ചാർത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, അലി ബിൻ അബി താലിബ് പറഞ്ഞു, അതേപോലെ പിന്നെ താബിഈങ്ങളുടെ പേരിൽ ഹസൻ ബസ്രി പറഞ്ഞു, ഇബ്രാഹിം നഖഈ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മൗലിദ് കഴിച്ചാലുള്ള നേട്ടം സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മൗലിദിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞതായി കുറേ കള്ളക്കഥകൾ, ഒരു അടിസ്ഥാനവുമില്ലാത്ത, എവിടുന്ന് കിട്ടി എന്നറിയാത്ത, ഒരു രേഖയുമില്ലാത്ത കുറേ കഥകൾ അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അടുത്ത കാലങ്ങളിലായി ആരൊക്കെയോ വ്യാജമായി ഉണ്ടാക്കി ചില കിതാബിലേക്ക് ചേർത്തി വ്യാജ കിതാബ് പോലും ഉണ്ടാക്കി പ്രചരിപ്പിച്ച കഥകളാണ് അത്തരം കഥകൾ. അൻ-നിഅ്മത്തുൽ കുബ്ര അൽ ആലം എന്ന പേരിൽ കിതാബ് ആരോ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മുടെ കൊടുവള്ളി മുഖാമുഖത്തിൽ കാരന്തൂർ മർക്കസിൽ നിന്ന് ഒരു മുസ്ലിയാർ വന്നു, ഈ കിതാബിലുണ്ട് പറഞ്ഞിട്ട്. നമ്മൾ അയാൾക്ക് 6 മാസം സമയം കൊടുത്തു. ഏതാണ്ട് 6 കൊല്ലം കഴിഞ്ഞു, പിന്നെ ഒപ്പര് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ലാസ്റ്റ് പേരോട് മുസ്ലിയാർ പറഞ്ഞിട്ടു അങ്ങനെ കിതാബിനല്ല, അത് വ്യാജാണ് എന്ന്. പേരോട് മുസ്ലിയാർ വരെ പ്രസംഗിച്ചു ആ കിതാബില്ല, അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പോലും പ്രസംഗിക്കുന്നിടത്തേക്ക് ഇപ്പം കാര്യങ്ങൾ എത്തി. അത്തരം ചില കിതാബിലൊക്കെ ആരോ വ്യാജമായി കടത്തിക്കൂട്ടി ചില കഥകൾ എന്നല്ലാതെ ആ കഥകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ അദ്ദേഹം ചോദിച്ചത് നോക്കുന്നുണ്ട്. അത് ഇമാം മാലിക്കിൻ്റെ ഏത് കിതാബിൽ വന്നു ചോദിച്ചുകൊണ്ടാണ്. ഇമാം മാലിക്കിൻ്റെ പേര് അറിയപ്പെട്ട ഉദ്ധരണിയാണത്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതാണ്. അത് ഇമാം മാലിക്കിൻ്റെ കിതാബിൽ എവിടെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. എല്ലാ കിതാബും കാണാപ്പാടാക്കിയൊന്നുമില്ലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് അത് ഒരു ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു. മാലിക്കി മദ്ഹബുകാരനായ ഇമാം അബൂ ഇസ്ഹാഖ് ഷാത്തിബി റഹ്മത്തുള്ളാഹിയുടെ കിതാബ് ഇത്തിസാമിൽ ആവർത്തിച്ച് അദ്ദേഹം ഉദ്ധരിച്ച് ഇമാം മാലിക് ചേർത്തിക്കൊണ്ട്, അതേപോലെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇമാം മാലിക് ചേർത്തിക്കൊണ്ട് ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പലതവണ ഇമാം മാലിക്കിൻ്റെ പേര് ചേർത്തിക്കൊണ്ട് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ ഒരു തഫ്സീറുകളിൽ ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ വചനമായി ചേർക്കപ്പെട്ട് വന്ന ഒരു വചനമാണ് അത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്നത്. അങ്ങനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായി തർക്കമില്ലാത്ത വിധം മുസ്ലിം ലോകത്തെ ഏതാണ്ട് 4 മദ്ഹബുകാരും, ഷാഫി മദ്ഹബുകാരും, ഹനഫി മദ്ഹബുകാരും, ഹംബലികാരും, മാലിക്കുകളും എല്ലാവരും വ്യാപകമായി ഉദ്ധരിച്ചു പോകുന്ന ഒരു ഉദ്ധരണിയാണ്. ഇമാം മാലിക്കിൻ്റെ ഏത് കിതാബിൽ വന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് അത് നോക്കണം എന്ന് പറഞ്ഞത്. ആ ഉദ്ധരണി അറിയപ്പെട്ടതാണ്. മുതവാത്തിർ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഭാഷയിൽ പറയാം. ആ നിലക്ക് വ്യാപകമായി ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളും അഖീദ ഗ്രന്ഥങ്ങളും ഫിഖ് ഗ്രന്ഥങ്ങളിൽ വരെ അതൊരു അടിസ്ഥാനമായി പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു ഇൻഷാ അല്ലാഹ് കിട്ടുന്നവർക്ക് പറഞ്ഞു തരാം. അടുത്താക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഫയ്യാസ്. ആരും വരാത്തോണ്ട് ഒരു ചോദ്യമാണ്. ഇപ്പോൾ മൗലിദ് അതിൻ്റെ ഒരു അടിസ്ഥാന രൂപം പറയുന്നത് യഥാർത്ഥത്തിൽ ഇമാം സുയൂത്തി റഹിമഹുള്ളയുടെ പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമാണ്. ഹദീസിനും ഉസൂൽ ഹദീസിനും ഫിഖ്ഹിനും ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആ മഹാപണ്ഡിതൻ ശക്തമായി അതിനെ ന്യായീകരിക്കുകയും അതേസമയം ഇസ്ലാമിൻ്റെ എല്ലാ ഫന്നുകളിലും ഗ്രന്ഥങ്ങളും ഇൽമുമൊക്കെയുള്ള മഹാനായ ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. നമുക്ക് രണ്ടിനെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഇജ്തിഹാദിൽ
ഒരു പണ്ഡിതന് തെറ്റ് പറ്റിയാൽ അദ്ദേഹത്തിന് ഒരു കൂലിയും, ഒരു പണ്ഡിതന് ഇജ്തിഹാദിൽ ശരി സംഭവിച്ചാൽ അദ്ദേഹത്തിന് 2 കൂലിയുമായിരിക്കും. അത് ആ പണ്ഡിതന്മാരുടെ മസ്അലയിലെ പ്രശ്നങ്ങളായി നമുക്ക് വിട്ടുകൂടെ? അസ്സലാമു അലൈക്കും. അത് മറുപടി പറയും. അമലുൽ മൗലിദും അതുപോലെ തന്നെ ഈദുൽ മൗലിദും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഇമാം സുയൂത്തി എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പറഞ്ഞത്, ഇതൊരു ജിഹാദി മസ്അലയായിക്കൊണ്ട് അത് കണ്ടാൽ പോരെ എന്നതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോകും മുമ്പ് നേരത്തെ സഹോദരൻ ചോദിച്ച വിഷയത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ ശിഷ്യൻ ഉദ്ധരിക്കുകയും ശിഷ്യനിൽ നിന്ന് ശിഷ്യൻ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന വചനമായിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ഇബ്നു ഹസം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്കാം ഫി ഉസൂലുൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ ആ സനദോടുകൂടി അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല ഹദ്ദസനാ അഹ്മദ് ابن عمر ابن أنس قال أخبرنا الحسين بن يعقوب قال أخبرنا سعيد بن فهلون قال أخبرنا يونس ابن يحيى المفامي قال أخبرنا عبد المالك ابن حبيب قال أخبرني ابن الماجشون. ابن الماجشون ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, قال مالك بن أنس, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞത് അദ്ദേഹം ശിഷ്യൻ കേട്ടു, ശിഷ്യൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു. അതിൽ നിന്നാണ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ട് പോകുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് എഴുതി വെച്ചതല്ല, ഇമാം മാലിക്കിൻ്റെ ഗ്രന്ഥം അദ്ദേഹം എഴുതി വെച്ചതല്ല, അദ്ദേഹം പറഞ്ഞ വചനം, അദ്ദേഹം ധാരാളമായി പറഞ്ഞ വചനമാണ്. അത് അദ്ദേഹത്തെ ശിഷ്യന്മാർ കേൾക്കുന്നു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ അവിടെ ശിഷ്യന്മാർ കൈമാറുന്ന സനദോടുകൂടി കൈമാറി വന്ന വാചകമാണ്. നേരത്തെ പറഞ്ഞ പോലെ തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, തഫ്സീർ ഇബ്നു കസീറിലുണ്ട്, അതേപോലെ പിന്നെ ഇബ്നു റജബ് അൽ ഹംബലി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കിതാബ് ഇഅ്തിസാമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകപ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക്കിൻ്റെ വചനമായി അത് അറിയപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക്കിലേക്ക് മാത്രമല്ല മറ്റു പലർക്കും ചേർത്തിക്കൊണ്ടും ആ വചനം അതേപടി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നു. അല്ലാഹു അഅലം. മാത്രമല്ല ഇമാം മാലിക്കിൻ്റെ കാലത്ത് രചനകളല്ല, അത് കൂടുതൽ അന്ന് റിവായത്തുകളാണ് കൂടുതലുള്ളത്. അവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അവരുടെ ഉദ്ധരണികൾ റിവായത്തുകളായിക്കൊണ്ടാണ് അന്നൊക്കെ കുറച്ചുകൂടെ വന്നത്. ഇമാം അബൂ ഹനീഫയുടെ, ഇമാം മാലിക്കിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ കാലം ഇങ്ങോട്ട് പോരുമ്പോഴാണ് തദ്വീൻ, ഇത് ക്രോഡീകരിക്കുക, രചനയാക്കുക എന്ന സമ്പ്രദായം കുറച്ചുകൂടി വ്യാപകമായി വന്നത് പിന്നീടുള്ള കാലത്താണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രേഖപ്പെട്ട് വരാത്തത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും നമുക്ക് കിട്ടിയത് പറഞ്ഞു, ബാക്കി അല്ല. ഇവിടെ ചോദിച്ചത് അമലുൽ മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ആദ്യകാലത്ത് ഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട അഥവാ ഹിജ്റ 600-കൾക്ക് ശേഷം ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ, നേരത്തെ ഇവിടെ ഷുറൈ സലഫിയുടെ അവതരണത്തിൽ പറഞ്ഞുവല്ലോ, ഫാത്തിമിയാക്കൾ, ഉബൈദികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ് തുടങ്ങി വെച്ചത് ഹിജ്റ 300-കളിൽ. പിന്നീടത് നിലച്ചുപോയി. ഏതാണ്ട് 150 കൊല്ലം ഉണ്ടായിരുന്നില്ല. 150 കൊല്ലം നബിദിനാഘോഷം ലോകത്തില്ലാതായിപ്പോയി. ആളുകളത് മറന്നുപോയി എന്ന് വരെ രേഖപ്പെടുത്തി കാണാൻ പറ്റും. അങ്ങനെ സംബോധന മറന്നുപോയി എന്നാണ്. അതിന് ശേഷമാണ് പിന്നെ മുളഫർ രാജാവ് അത് രണ്ടാമത് പുനഃസ്ഥാപിക്കുന്നത്. ആ കാലത്ത് ശേഷമുള്ള പണ്ഡിതന്മാരിൽ വ്യത്യസ്തമായ നിലപാടുകാരെ കാണാൻ കഴിയും. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ ഒരു ഭരണ പരിഷ്കാരം എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. ഒരു രാജാവ് നടപ്പാക്കിയ ഒരു നാട്ടിലെ ഒരു ഭരണ പരിഷ്കാരം, ആളുകൾക്ക് തൻ്റെ ഭരണത്തിലേക്ക് അടുപ്പിക്കാൻ, തന്നെപ്പറ്റി നല്ല മതിപ്പുണ്ടാക്കാൻ ഒക്കെ വേണ്ടി ഒരു രാജാവ് നടപ്പാക്കിയ ഭരണത്തിൻ്റെ ഭാഗമായി വന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കണ്ട ഇലക്ഷൻ അടുപ്പിച്ചാകുമ്പോൾ കിറ്റ് കൊടുക്കണേ എന്ന മാറ്റൊരു ഏർപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ അതൊക്കെ. അപ്പം അങ്ങനെ ഒപ്പിച്ചൊരു പരിപാടിയാണിത്. ആളുകൾക്കിടയിൽ സൽപ്പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അന്ന് ഈ വക ആഘോഷങ്ങൾ. അല്ല അതൊരു ഇബാദത്തായിക്കൊണ്ടോ അത് പ്രത്യേകമായ ഒരു സുന്നത്തായ കാര്യമായിക്കൊണ്ടോ അത് ലൈലത്തുൽ പുണ്യമുള്ള കാര്യമായിക്കൊണ്ടോ ഒന്നും അന്ന് വന്നിട്ടില്ല. ഒരു രാജാവ് സംഗതി നടപ്പാക്കി, അതിൻ്റെ പേരിൽ കുറേ ആളുകൾക്ക് ഭക്ഷണം കിട്ടി, കുറേ ആൾ കുറേ പൈസ കിട്ടി, ഒരുപാട് പാവങ്ങൾക്ക് കുറേ ആശ്വാസം കിട്ടി. അപ്പം നാട്ടിൽ പൊതുവെ തരക്കേടില്ല എന്നൊരു അഭിപ്രായം വന്നു. അതാണ് ഇപ്പോൾ അന്നുള്ളത്. അത് നമ്മൾ ഇബ്നു കസീർ അഹമ്മദ് അൽ ബിദായത്ത് വന്നിഹായിൽ മുളഫർ രാജാവിൻ്റെ അന്നത്തെ മൗലിദാഘോഷം വിശദമായി പറയുന്നുണ്ട്. താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ മവാഹിബുൽ ജലീലിൽ പറഞ്ഞു, അന്നത്തെ മൗലിദ് എന്താ അദ്ദേഹം പറഞ്ഞു, മൗലിദ് കഴിക്കുന്നന്ന് ആടെ 5000, പൊരിക്കുന്നതാണ് കോഴിയും 10000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായും ഉണ്ട് ഓരോ തരം എന്ന് പറഞ്ഞാൽ 5000 കോഴി, 5000 ആട്, 10000 കോഴി, 1,30,000 പാത്രങ്ങളിൽ മധുരപലഹാരങ്ങൾ, ഇതെല്ലാം വെച്ച് എല്ലാ മനുഷ്യന്മാരും വിളിച്ച് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലീദ് കഴിക്കാൻ എന്നാണ്. 3 ലക്ഷം സ്വർണ്ണ നാണയം ഖജനാബന്ദ് പാസ്സാക്കി മൗലീദിന് വേണ്ടി. അതാണ് അന്നത്തെ മൗലീദ്.
അന്ന് അതിന് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ടെന്നും ആരും പറഞ്ഞിട്ടില്ല. അത് സ്വഹാബികളെ പതിവാന്ന് പറഞ്ഞിട്ടില്ല. അത് ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന കള്ളക്കഥ അന്ന് പ്രചരിപ്പിച്ചിട്ടില്ല. അത് ഇങ്ങനത്തെ ഈ വക കെട്ടുകളൊന്നും പാടുന്ന ഏർപ്പാടുമില്ല. അന്ന് നബിയുടെ ഒരു ചരിത്രം പറയാൻ വേണ്ടി ഇബ്നു ദഹയ്യ ഒരു കിതാബ് ഉണ്ടാക്കി കൊടുത്തു. അതന്നാകുള്ളത് ഷെയ്ഖ് ഇബ്നു ദഹയ്യ മൗലിദ് ഒന്ന് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. അത് ഇബ്നു ദഹയ്യ എന്ന് പറയുന്ന ആൾ ഒരു നബിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ ഇവിടെ ക്രോഡീകരിച്ചു കൊടുത്തു. എന്നാൽ ഇതാണ് വായിച്ചോളി. അപ്പം രാജാവിന് സന്തോഷമായി, മൂപ്പർക്ക് 1000 സ്വർണ്ണ നാണയം സമ്മാനം കിട്ടി. ഇതാണ് ഇപ്പം അന്നത്തെ ഏർപ്പാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് വ്യത്യസ്തമായ ചർച്ചകൾ വന്നു. അത് നല്ല വിധേയത്താൻ ചിലർ പറഞ്ഞു, അല്ല പറ്റൂല എന്ന് പറഞ്ഞു. 2-3 അഭിപ്രായങ്ങൾ അക്കാലത്തുണ്ടായി. അന്നൊരിക്കലും ഇന്നത്തെ രൂപത്തിലുള്ള ഒരു അമലാക്കി ഇബാദത്താക്കി അതിനെ മാറ്റിയിട്ടില്ല. ഇന്ന് അവിടെയൊക്കെ മാറി. നമ്മൾ നേരത്തെ അവിടെ കേട്ടല്ലോ, ഡോക്ടർ ഷുഹൈബ് സലഫിയുടെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് 2023 എഴുതി വിട്ടത് ഇത് പ്രത്യേകമായ പുണ്യമുള്ള ഒരു ഇബാദത്താണ് എന്ന് തന്നെ പ്രത്യേകമായി ഇവർ എഴുതി വെച്ചത് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ പിന്നെ അവരൊക്കെ പറഞ്ഞ ആ ന്യായീകരണങ്ങളൊന്നും ഇതിന് ബാധകമേ അല്ല. ഇമാം സുയൂത്തി പറഞ്ഞതാവട്ടെ, ഇനി അല്ലാത്തവർ പറഞ്ഞതാവട്ടെ, ആര് പറഞ്ഞ ഏതെങ്കിലും പദപ്രയോഗം എടുത്തുകൊണ്ട് ഇതിനെ കൊണ്ടുവരാൻ പറ്റൂല. കാരണം എന്താണ്, അന്നുള്ളതേ അല്ല ഇന്ന് നടക്കുന്നത്. അത് വേറെ, ഇത് വേറെ. അതെടുത്തുകൊണ്ട് അത് ഇവിടുത്തെ ഈ കാട്ടിക്കൂട്ടലൊക്കെ ഇവിടെ തെളിവാക്കിയിട്ട് ഈ മൗലിദ് ആഘോഷിക്കാൻ ഇമാം സുയൂത്തിയാണ് തെളിവ്, അല്ലെങ്കിൽ പിന്നെ ഇമാം ഇബ്നു ഹാജാണ് തെളിവ് എന്ന് പറഞ്ഞാൽ അതൊന്നും അത് തെളിവാക്കാൻ പറ്റിയതല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സൗബാൻ ചോദിക്കും. ഫൈസൽ മൗലവി ആ ഉദ്ധരിച്ച സനദും ആ ഉദ്ധരണി ഒന്നും കൂടി ഒന്ന് വായിക്കോ? ഇബ്നു ഹസം റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ ഇഹ്കാം ഫി ഉസൂലുൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത്. അതേപോലെ ഖാല ഹദ്ദസന അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു അനസ് ഖാല അഖ്ബറനാ അൽ ഹുസൈൻ ഇബ്നു യഅഖൂബ് ഖാല അഖ്ബറനാ സഈദ് ഇബ്നു ഫഹ്ലൂൻ ഖാല അഖ്ബറനാ യൂനുസ് ഇബ്നു യഹ്യ അൽ മഫാമി ഖാല അഖ്ബറനാ അബ്ദുൽ മാലിക് ഇബ്നു ഹബീബ് ഖാല അഖ്ബറനി ഇബ്നു മാജുശൂൻ ഇബ്നു മാജുശൂൻ അന്നഹു ഖാല മാലിക് ഇബ്നു അനസ്. അപ്പം മാലിക് ഇബ്നു അനസ് പറഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നു മാജുശൂൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നത് യൂനുസ് ഇബ്നു യഹ്യ, യൂനുസിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നത് സഈദ് ഇബ്നു ഫഹ്ലൂൻ, സഈദ് ഉദ്ധരിക്കുന്നത് ഹുസൈൻ ഇബ്നു യഅഖൂബ്, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു അനസ്, അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു ഹസം ഉദ്ധരിക്കുന്നു. ഇതാണ് ഒരു സനദ്. ഇപ്പോൾ ഇബ്നു ഹസം ഉദ്ധരിച്ച സനദാണ്. ഇതേപോലെ മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ടാവാം. അത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് എവിടെയൊക്കെ വന്നു, ആരൊക്കെ ഉദ്ധരിച്ചു എന്നത് കിട്ടും. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ ഹാദിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല ഇന്ന അല്ലാഹ തആല യഖൂൽ ഹറം ഹുരിമത് ലക്കും മൈതതു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖലിഖു വൽ മഖൂദ എന്ന ആയത്ത്, ആ ആയത്തിലാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഭാഗം കൂടി വരുന്നത്. എന്നിട്ട് പറഞ്ഞു ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അത് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല എന്ന് അദ്ദേഹം ആ ആയത്ത് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതാണ് ഒരു സനദ് ഇതിലുള്ളത്. ഇതിലെന്തെങ്ങൾക്ക് അവ്യക്തതകൾ പറഞ്ഞൂടെ? ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ യദാഹ ഹസന എന്നൊരു വേർഡുണ്ട്. ഇപ്പോൾ താങ്കൾ ഇവിടെ ഉദ്ധരിച്ച സനദിൽ അങ്ങനെ ഒരു വേർഡില്ല. മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, മൻ ഹദ്ദസ ഹാദിഹിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകൂന അലൈഹാ സലഫഹാ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റസൂല. ഞാൻ ചോദിച്ചത് മനിബത ഫിൽ ഇസ്ലാമി ബിദഅത യദാഹ ഹസന എന്ന കൗലാണ്. അത് മാത്രമല്ല, താങ്കളിപ്പോൾ ഇവിടെ ഉദ്ധരിച്ച ഇബ്നു ഹസമിൻ്റെ സനദാണ്. ഇബ്നു ഹസമിനെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹജ്ജാജിൻ്റെ വാളും ഇബ്നു ഹസമിൻ്റെ നാവും ഒരേപോലെയാണ്. ഹജ്ജാജ് വാള് കൊണ്ടാണ് സഹാബികളെയും താബികളെയും കൊന്നൊടുക്കിയത് എങ്കിൽ ഇബ്നു ഹസമിൻ്റെ പേന കൊണ്ടാണ് പണ്ഡിതന്മാരെ ചീത്ത പറയുകയും തള്ളി പറയുകയും ചെയ്തതെന്ന്.
അപ്പോൾ ഇത് ഈ ഇബിന് ഹസമിൻ്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബിനു കസീറിലും കുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇഅ്തിസാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബുൽ ഹംബലി ഏതിലെ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്, തർക്കമില്ലാത്ത വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത പദങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത് ലോകത്ത് തർക്കമില്ലാതെ എല്ലാ മദ്ഹബുകളും സ്വീകരിച്ച് പോരുന്ന ഇബ്നു ഹസം സ്വീകരിച്ച പിന്നെ ബാക്കി എതിരായല്ലോ. ഇബ്നു ഹസം ലാഹിരിയാണ്, അദ്ദേഹം പോലും സ്വീകരിച്ചാൽ പിന്നെ അർത്ഥം മറ്റൊക്കെ സ്വീകരിച്ചെന്നല്ലേ. ബാക്കി എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, ഇബ്നു ഹസം മാത്രമല്ല പറഞ്ഞത്. ഇത് ഒരു സനദ് കിട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇബ്നു ഹസം മാത്രമല്ല, 4 മദ്ഹബിന്റെയും ഇമാമന്മാർ തർക്കമില്ലാത്ത വിധം പറഞ്ഞു പോകും. ഇബ്നു റജബ് അദ്ദേഹം ഹംബലിയാണ്, അതേപോലെ ഷെയ്ഖ് ജിലാനി അദ്ദേഹം ആദ്യം ഷാഫി ആയിരുന്നു, പിന്നെ മാലിക്കിക്ക് മാറിയ ആളാണ്, അവർ രണ്ടുമായി. അതേപോലെ ഇബ്നു കസീർ അദ്ദേഹം ഷാഫിയാണ്, അതേപോലെ ഇമാം ഷാത്തബി അദ്ദേഹം മാലിക്കിയാണ്. അപ്പോൾ എല്ലാവരും ഇത് അംഗീകരിച്ചു പോകുന്ന തർക്കമില്ലാത്തൊരു കാര്യമാണ്. മുസ്ലിം ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഇമാം മാലിക്കിന്റെ വചനമായി അറിയപ്പെട്ട കാര്യമാണ്. അത് വ്യത്യസ്ത സ്ഥലത്തിൽ വ്യത്യസ്ത പദങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പദമാണ് എന്നുള്ളത്. ഞാൻ വായിച്ചു കൊടുത്തതാണ്, അതുമില്ല സലഫുകൾ ചെയ്യാത്തത് ചെയ്താൽ എന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ എന്തായാലും ഓന് ശരീഅത്ത് ഉണ്ടാക്കുന്നവനായി, ഓന് നബിന്റെ പേരിൽ ഈ വാദം ഉന്നയിക്കുന്നതിനായി മാറി എന്നാണ്. ഇതിൽ എന്താ വിഷയമുള്ളത്? ഇത് ഇമാം മാലിക്കിന് അറിയപ്പെട്ടു പോകുന്ന കാര്യവും പല വിഷയത്തിലും പല വിഷയങ്ങൾ വരുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല ഈ നിലക്ക് അദ്ദേഹം പറയാറുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇമാം മാലിക് സമാനമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അത് ഏറ്റവും അധികം ഉദ്ധരിച്ച ആള് അബൂ ഇസ്ഹാഖ് ഷാത്തബി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കിതാബിൽ ഇഅ്തിസാം. അദ്ദേഹം മാലിക് മദ്ഹബുകാരനാണ്. അദ്ദേഹം മാലിക് ഇമാമിന്റെ ഇത്തരം ഉദ്ധരണികൾ ധാരാളമായി ഉദ്ധരിച്ചത് കാണാൻ കഴിയുന്നു. വല്ലാഹു അഅലം. നിങ്ങൾ നമ്പറെന്നാലും വിശദമായിട്ട് വേണ്ടി നമുക്ക് അതിന്റെ വ്യത്യസ്തമായ കിതാബ് എവിടെയൊക്കെ വന്ന് വാളും പേജൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് അയച്ചാലും ചെയ്യാം. നമ്പർ സംഘാടനത്തിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നമ്പർ വാങ്ങിക്കോളി, ഇപ്പം അയച്ചു കൊടുക്കാം. വളരെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഓക്കെ. അല്ല, സനദ് നിങ്ങൾ വിശദീകരിച്ച് ഇബ്നു ഹസം തങ്ങളെ ഇബ്നു ഹസം വേണ്ട, ഇബ്നു ഹസം ഇല്ലാതെ വെച്ചോളി. അപ്പൊ ഈ കൗല റെഡിയാവുന്നില്ലല്ലോ. വേണ്ട, നമ്മൾ ഇബ്നു ഹസം ഇല്ലാതെ വിചാരിച്ചോളി. അല്ല, ഈ സനദിൽ ഇപ്പോൾ പ്രശ്നമുണ്ടല്ലോ. ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം എതിർത്തല്ലോ. ഇബ്നു ഹസമിന്റെ പേനയും അതുപോലെ തന്നെ ഹജ്ജാജിന്റെ വാളായിട്ടാണ് തുലനം ചെയ്തത്. അപ്പോൾ ഈ സനദ് കൊണ്ട് ഈ കൗല് നമ്മൾ അംഗീകരിക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് അത് അംഗീകരിക്കണ്ട. മൊയ്തീൻ ഷെയ്ഖ് അംഗീകരിക്കൂലേ? മൊയ്തീൻ ഷെയ്ഖ് അംഗീകരിക്കൂലേ? മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഈ ഞാൻ ചോദിക്കുന്നത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനാണ് മൊയ്തീൻ ഷെയ്ഖ് ഉദ്ധരിച്ചു പറഞ്ഞത്. ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചു, ഇമാം ഷാത്തിബി ഉദ്ധരിച്ചു. ഓലൊക്കെ അതേപോലെയല്ലോ. ഇനി ഇബ്നു ഹസമിനെ മൊത്തത്തിൽ തള്ളിയതാണോ? അല്ലല്ലോ. ഇബ്നു ഹസം ലാഹിരിയ മദ്ഹബാണ്. ഫിഖ്ഹിൽ ഇബ്നു ഹസമിന്റെ ഈ മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഏത് കിതാബിലാണ് പറഞ്ഞത്? ഏത് ഉദ്ധരണിയാലൊന്ന് പറഞ്ഞത്? ഇതൊന്നും തർക്കത്തിന്റെ വിഷയമല്ലോ. എല്ലാം പറഞ്ഞ ഞങ്ങൾ നമ്പർ മെസ്സേജ് കൊടുത്തോളി. സനദിലൊന്ന് വിശദീകരണം നൽകണം. കാരണം ഇബ്നു ഹസമിന് ആ സനദിൽ ഒരു വിശദീകരണം നൽകണം. നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സനദില്ലാതെയാണ് ഇപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗല് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമാം ഷാത്തിബി ജീവിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലും ഇമാം മാലിക് റഹിമഹുല്ല ജീവിക്കുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലുമാണ്. അപ്പോൾ ഷാത്തിബിയുടെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത് ആ സനദിലുള്ള പ്രശ്നം എന്നുള്ളത് യറാ ഹസന എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ആ സനദ് ഇബ്നു ഹസമിൻ്റെ സനദാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം തള്ളിയ പണ്ഡിതനാണ് ഇബ്നു ഹസം. നിങ്ങൾ ഈ കാര്യത്തിൽ സുഹൃത്തുക്കളെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇബ്നു ഹസമിന്റെ ഫിഖ്ഹിലെ ചില വീക്ഷണത്തിൽ മാത്രമാണ് വിയോജിപ്പുള്ളത്. ഇബ്നു ഹസം അങ്ങനെ മൊത്തത്തിൽ തള്ളപ്പെട്ട ആളൊന്നുമല്ല. ഇബ്നു ഹസം ലാഹിരിയ മദ്ഹബുകാരനാണ്, ഖിയാസ് സ്വീകരിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഫിഖ്ഹിലെ ചില വിഷയങ്ങളിൽ ഇബ്നു ഹസമിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ ഇബ്നു ഹസമിന്റെ അൽ മുഹല്ല ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഫിഖ്ഹ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കാതിരിക്കാൻ പറ്റാത്ത കിതാബ് എന്നാണ് മുഹല്ലയെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. 17 വാള്യമുള്ള മുഹല്ല, ഇബ്നു ഹസമിന്റെ മുഹല്ല, അത് മതവിദ്യാർത്ഥികൾ വായിച്ചേ പറ്റൂ എന്ന് രേഖപ്പെടുത്തപ്പെട്ട കിതാബാണ്. ഇബ്നു ഹസമിനോട് ലോകത്തെ അഹ്ലുസുന്ന പണ്ഡിതന്മാർ മൊത്തത്തിൽ പുറത്ത് നിന്നിട്ടില്ല. അദ്ദേഹത്തോട് ആകെ വിയോജിപ്പുള്ളത് ഫിഖ്ഹിലെ ചില മസ്അലകളിൽ മാത്രമാണ്. അദ്ദേഹം 4 മദ്ഹബിനെ പുറത്തേക്ക് പോയി ലാഹിരിയ മദ്ഹബ് എന്ന പുതിയ നിലപാട് സ്വീകരിച്ചു. ഖിയാസ് പ്രമാണമല്ല എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചില മസ്അലകളിൽ അദ്ദേഹത്തിന് ചില പ്രയാസങ്ങൾ, മറ്റുള്ളവർ കൂടെ പറഞ്ഞെത്താൻ കഴിയാത്ത ചില പ്രയാസങ്ങളുടെ തകല്ലുഫുകൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു എന്നിടത്താണ് ഇബ്നു ഹസം ആക്ഷേപിക്കപ്പെട്ടത്. ഇബ്നു ഹസം ഇല്ലാന്ന് വിചാരിച്ചോളി. നമ്മൾ ഇബ്നു ഹസം ഇല്ലാന്ന് വിചാരിച്ചോളി.
ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വചനമായി വ്യാപകമായി ധാരാളം തഫ്സീറുകളിൽ ധാരാളം ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി ഉദ്ധരിച്ചപ്പോൾ എന്നാണ്. അല്ലെ ഫൈസൽ മൊഴി കണ്ടുപിടിച്ചാണ്ട് ഇവർ പറഞ്ഞൊന്നുമല്ല. ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീർ മൊത്തം വായിച്ചു നോക്കിയാൽ മതി. അല്ലുമാക്കിമൽ ദിനക്കും ദീനക്കും എന്ന ആയത്തിന് ലഭ്യമായ തഫ്സീർ ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കി. പല മുഫസ്സിറുകളും ഈ ആയത്ത് തഫ്സീർ ചെയ്യുമ്പോൾ ഇമാം മാലിക്കിനെ വചനമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. അഖീദ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് അഖീദ പഠിപ്പിച്ച പണ്ഡിതന്മാർ അവിടെ ഇതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിന് ഏതൊക്കെ കിതാബിൽ എവിടെയൊക്കെ വന്നു ഏതൊക്കെ സനദാണെന്നാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞുതരാം. അതിലെ പറഞ്ഞു നിങ്ങൾ അതിൽ സ്ഥലങ്ങൾ നമ്പർ കൊടുത്തോളി. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. എവിടെയൊക്കെ വന്നു ഏതൊക്കെ കിതാബിലുണ്ട് പേജും നാളും നമ്പറും അത് വേണേൽ അതിൻ്റെ കോപ്പി അടക്കം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അതാ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിക്കണമെങ്കിൽ അടുത്താക്കി കൊടുക്കും. അത് ചോദിച്ചോളി. ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ ഉണ്ട്, ചോദിക്കോളി. ഇപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന ഈ സനദിൽ വേറെ പ്രശ്നം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നത് ഇബിനു മാജിഷൂനിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായ ഇബിന് മാജിഷൂനിയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇബിന് മാജിഷൂനെ പറ്റി ഇമാം ഹിബിനു അജൽ അസ്കലാനി തങ്ങൾ പറയുന്നത് ഇബിന് മാജിഷൂന് ഒരുപാട് പിഴവ് പറ്റിയിട്ടുണ്ട്. വലഹു അഖലാത്തുൻ എന്നാണ് ഇമാം ഇബിൻ ഹജർ അസ്കലാനി തങ്ങൾ ഇബിന് മാജിഷൂനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രശ്നം. ഈ സനദ് വേറെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഞാൻ കുർത്തുബിയിലും ഇബിന് കസീറിലൊക്കെ പറയുന്നു അത് നിങ്ങൾ ഇവിടെ വ്യക്തമാക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സനദല്ലാതെ വേറൊരു സനദ് ഇമാം മാലിക് റഹിമത്തുള്ളാഹിക്ക് എത്തുന്ന സനദുണ്ടോ? ഈ സനദിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇബിന് ഹസമിനെ എതിർത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഫിഖീഹിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല വിഷയത്തിലും ഇമാമാരെ പല ഇമാമുകളെ പച്ചയ്ക്ക് തെറി വിളിച്ചു ഇബിന് ഹസം എന്ന് പറഞ്ഞിട്ട് പല ഉദ്ധരണികളും കാണാം. അങ്ങനെ ഫിഖീഹിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിലും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ചോദ്യം ഇത് നിങ്ങൾ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കണോ? അത് നിങ്ങൾക്ക് അയച്ചു തരുന്നു പറഞ്ഞല്ലോ. നമ്പർ വാങ്ങിക്കണം. നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇമാം മാലിക്കിൻ്റെ കൗല് ഇവിടെ പറഞ്ഞ പോലെ പണ്ഡിതന്മാരൊക്കെ വളരെയധികം ഉദ്ധരിക്കാറുള്ള കൗലാണ്. ഈ പറഞ്ഞ ഇബ്നുൽ മാജിഷൂൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിൽ ഉദ്ധരിക്കുന്ന അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് ആയിക്കോട്ടെ, മാലിക്കി മദ്ഹബിൻ്റെ റിവായത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും അവലംബനീയരായ പണ്ഡിതന്മാരാണ്. ഹദീസ് ഉദ്ധരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി തിഖത്തു ലൈഫ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പിന്നെ റാവിമാരെ തരംതിരിക്കാറുണ്ട്. ആ ഹുക്കുമല്ല, അതായത് റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആ വിധിയല്ല ഇവിടെ സ്വീകരിക്കേണ്ടത്. ഇവിടെ മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക്കിൻ്റെ കൗലുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന റിപ്പോർട്ടർമാർ, ഇമാം മാലിക്കിൻ്റെ നേരെ ശിഷ്യനായ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാണ് ഇബ്നുൽ മാജിഷൂൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടാണ് അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്. അവരൊക്കെ ഉദ്ധരിച്ചു പോകുന്ന റിപ്പോർട്ടാണത്. ഇനി ആ റിപ്പോർട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മാലിക്കി മദ്ഹബിൽ തന്നെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചു പോകുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇമാം മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗല് പറയാൻ അതിനേക്കാളും കൂടുതൽ ഒരു ആധികാരികത വേറൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ആവശ്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടേ ഇപ്പം ഈ കുട്ടി ചോദ്യം ചോദിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല അവരെന്ത് ചെയ്തിട്ടില്ല, ഈ ഫൈസൽ മൗലവി അറാഹ ഹസന എന്നുള്ള ഇബാറത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു വിഷയം. രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇമാം ഷാത്തിബി റഹിമഹുല്ല ഏത് നൂറ്റാണ്ടാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു 8-ാം നൂറ്റാണ്ടിലാണ്. 2-ാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റഹിമഹുല്ല വരുന്നത്. അവരിലേക്ക് എത്തുന്ന ഒരു സനത് എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മൂന്നാമത് ഇബ്നു ഹസ്മിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ മുഖാമുഖത്തിലും പറയുന്നൊരു വിഷയമാണ് എന്ത്, ഇങ്ങനൊരു മാലിക് ഇമാമിൽ നിന്ന് ഇങ്ങനൊരു വാക്കുണ്ട് എന്ന് എല്ലാ മുഖാമുഖത്തിലും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പോൾ ജീലാൻ റളിയല്ലാഹുവിൻ്റെ പേര് ഇവരെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഏത് കിതാബിലാണ് ഉദ്ധരിച്ചത് ആ ഉദ്ധരണി എന്ത് ചെയ്താൽ മതി, അവിടെ ഹാജരാക്കിയാൽ മതി. ഇബ്നു കസീർ റഹിമഹുല്ലയുടെ ഇബാറത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ഹാജരാക്കിയ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ഒരു ഇബാറത്തില്ല. പിന്നെ ഉദ്ധരിച്ചത് ആരാണ്, ഷാത്തിബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു. അത് കിതാബുൽ ഇത്തിസാമിലുണ്ട്, സംഗതി ശരി തന്നെയാണ്. പക്ഷെ അവിടെ എന്തില്ല, സനദുമില്ല. 8-ാം നൂറ്റാണ്ടിൽ വന്ന ആള്
2-ാം നൂറ്റാണ്ടിലുള്ള ആളെ പറ്റി പറയുമ്പോൾ സനത് വേണമല്ലോ. കാരണം നേരത്തെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനത് കൊണ്ടാണ്. നേരത്തെ ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. അപ്പോൾ അതിനെന്തില്ല, സനദില്ല. സനത് ഉണ്ടെങ്കിലേ മുജാഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സനത് ഒന്നുകിൽ സനത് ഹാജരാക്കുക, അല്ലെങ്കിൽ ജീലാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റഹിമഹുല്ലാ, ഖുർത്തുബി ഇമാമോ ഇവരെ ഉദ്ധരണം എന്തെയ്താൽ മതി, ഒന്ന് വായിച്ചാൽ മതി. ഈ അർഷദ് സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു സനത് ഉണ്ടെങ്കിലേ മുജാഹിദുങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സനദില്ലാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമ്മൾ ഓതിയ മൗലിദ് കിതാബിലുള്ളതൊക്കെ ഇപ്പൊ സനത് ഉണ്ടായിട്ടാണ് ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കേണ്ടത്. ഇവിടെ യാസീൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു ഇമാം മാലിക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെന്നുള്ള നിലക്ക് ഫിഖ് ഉദ്ധരിക്കൂ എന്ന വിഷയത്തിൽ ഈ പറഞ്ഞ സനദിലുള്ള ആർക്കും പ്രശ്നമുള്ളതല്ല. പിന്നെ വയറാഹ ഹസന എന്നുള്ള പദപ്രയോഗം നമ്മളെന്ത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാ മുഖാമുഖത്തിലും തുടക്കത്തിലേ പറയേണ്ടതാണ് എല്ലാം അറിഞ്ഞിട്ടിരിക്കുന്നവരല്ല. ചോദിക്കുന്ന വിഷയത്തിൽ അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്ന് പറയും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താകും, അത് നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വിഷയം നമുക്ക് എന്താക്കാം, ആ നിലക്ക് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സനദ് എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു. അപ്പോൾ മുജാഹിദുങ്ങൾക്ക് സനദ് ഇല്ലാതെ മുജാഹിദുകൾ അംഗീകരിക്കൂല, 100% ഉറപ്പാണ്, അത് സംശയമൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓതണ എല്ലാ മൗലൂദിലും സനദ് ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഓതുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതായിരിക്കും ഇപ്പോൾ പറഞ്ഞത്. കൊടുക്കി അത് നിങ്ങൾ നമ്മൾ മുഖാമുഖം നടത്തൂലേ, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വന്നാണല്ലോ, അങ്ങനെ തന്നെയല്ലേ? ആയിക്കോട്ടെ. ആ അപ്പൊ അതെന്താ, അത് അവിടെ ചോദിക്കാം, അതല്ല നല്ലത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വന്നാണ്, അപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ എന്തായാലും ചോദ്യം ചോദിക്കല്ലേ? ഞാനിവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാ, സുന്നികളെ മുഖാമുഖം നടത്തുന്നെങ്കിൽ അവിടെ പോയാണ്ട് എന്താ ചെയ്യാ, ഈ വിഷയം എന്താ ചോദിച്ചാൽ അവിടെ ഉസ്താമാർ അതിനെന്ത് ചെയ്യും, മറുപടി പറഞ്ഞുതരും. അത് പോട്ടെ. അപ്പൊ ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാട്, നിങ്ങളാണല്ലോ ഇവരെ ഈ മുജാഹിദുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണല്ലോ നിങ്ങൾ ഈ മാലിക് ഇമാമിന്റെ വാക്ക് ഉദ്ധരിക്കണത്. അപ്പൊ അതിന് സനത് ഉണ്ടോ എന്ന് ചോദിച്ചത്. സനത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഇനി സനത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സനത് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത് തെറ്റൊക്കെ പറ്റും, സ്വാഭാവികമാണ്, അങ്ങനെ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. അതിന്റെ പേരിൽ ഇപ്പൊ നമ്മള് ഒരു പ്രശ്നമാക്കൊന്നുമില്ല, അത്രേ ഉള്ളൂ. ആരെ പ്രശ്നമാക്കി വിഷയാധിഷ്ഠിതമായിട്ട് അവിടെ ഇപ്പൊ സൗബാൻ തുടക്കത്തിൽ ചോദിച്ചു ഈ ഉദ്ധരണി ഇപ്പൊ വിദാത്ത് എന്ന് വേണ്ട യറാഹ ഹസന എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ അവസരം കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. സൗബാന്റെ ഒക്കെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ അദ്ദേഹവുമായി കൊണ്ട് ക്ലിയർ ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി വേറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാമിന്റെ സ്വഹീഉൽ ബുഖാരി, മുസ്ലിം ഇമാമിന്റെ സ്വഹീ മുസ്ലിം, നസിയാഉ സിത്ത, പിന്നെ അതേപോലെ തന്നെ സ്വഹീ ഇബ്നു ഹിബ്ബാൻ, മുസ്നദ് അഹമ്മദ്, ഈ കിതാബുകളൊക്കെ ഒരു ചോദ്യം ചോദിക്കാട്ടോ, ഈ കിതാബുകളൊക്കെ ഇതിലുള്ള ഫൈസൽ മൗലവി ആണെങ്കിലും ആരാണെങ്കിലും ഒരു വട്ടെങ്കിലും ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ടോ, മുത്താല ചെയ്തിട്ടുണ്ട്? എനിക്കൊരു സംശയമാണ്, ഫുള്ള് ഒരു വട്ടെങ്കിലും മനസ്സിരുത്തി മുത്താല ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കാണ്. അല്ല, ഞാനതിൽ ചോദിക്കേണ്ടത് ഇത് നമ്മൾ ഈ വിഷയമായിട്ട് എന്താ ബന്ധം? വിഷയമായിട്ട് ബന്ധം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 3 ലക്ഷത്തോളം ഹദീസ് മനപ്പാടുള്ള പണ്ഡിതന്മാര് അവര് നബിദിനം എന്ത് ചെയ്തിട്ടുണ്ട്, നബിദിനത്തിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുയൂത്തി ഇമാമ്, പറഞ്ഞുതരാം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇമാം, ഇങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ഇവർക്കൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുണ്ട്. അങ്ങനെയുള്ള ഇവര് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഈ ഇന്നുള്ള കിതാബ് ഒരു വട്ടം പോലും ഫുള്ള് മുത്താല ചെയ്യാത്ത നമ്മളാണ് എന്ത് ചെയ്യണത്, ഇവര് പറയുന്നതിനെ എതിർക്കണത് എന്നൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ, നല്ല കാഴ്ചപ്പാട് നൽകാൻ പറ്റുന്ന നിർദ്ദേശമാണ് അദ്ദേഹം വെച്ച് നമുക്ക് അംഗീകരിക്കുന്നു. നമ്മളാരും ഈ ഹദീസ് എല്ലാം വായിച്ചവരല്ല, ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചവരല്ല നമ്മളാരും. അവിടെ നമ്മളാരും മുഹദ്ദിസീങ്ങളല്ല, താരും മുജ്തഹിദീങ്ങളുമല്ല, മുഹദ്ദിസീങ്ങളുമല്ല. ഇതെല്ലാം വായിച്ചവർ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളെ അത് വായിച്ചും പഠിച്ചും അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മളാരും സ്വയം വായിച്ച് ഇജ്തിഹാദ് ചെയ്ത് അങ്ങനെ ഒരു വിധി കണ്ടെത്തി പറയുന്നവരല്ല, ഉള്ള യോഗ്യത നമുക്കാർക്കും ഇല്ല. നമ്മളാരും മുജ്തഹിദല്ല, മുഖല്ലിദുമല്ല, മുത്തബഈങ്ങളാണ്. അവർക്ക് എന്ത് പറഞ്ഞോ, എന്ത് എഴുതി വെച്ചോ, എന്ത് രേഖപ്പെടുത്തിയോ അത് വായിക്കുന്നു. അതിൽ നിന്ന് പർവ്വതസമാനായ ആലിമീങ്ങൾ രേഖപ്പെടുത്തി വെച്ചതൊക്കെ നോക്കി ആ അടിസ്ഥാനത്തിൽ പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും ഇമാം സുയൂത്തിനെ മേലെ പോകാനോ അല്ലെങ്കിൽ ഇമാം അസ്ഖറിനെ മേലെ പോകാനോ അവരെ ഒരു 4 പോലും പോകാനുള്ള ഒരു യോഗ്യതയും നമുക്കാർക്കും ഇല്ല. നമ്മളൊക്കെ മതവിദ്യാർത്ഥികൾ മാത്രമാണ്, പണ്ഡിതന്മാരുമല്ല. പിന്നെ സ്വാഗതം പറഞ്ഞ മനുഷ്യന്മാർ മഹാപണ്ഡിതൻ എന്ന് പറയുന്നല്ലാതെ എന്ന് വൃത്തില്ല. നമ്മളാരും പണ്ഡിതന്മാരേ അല്ല.
ദീന് പഠിക്കുന്ന മതവിദ്യാർത്ഥികൾ എന്ന് ഞങ്ങളൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആരും ഇതെല്ലാം വായിച്ചത് അതൊക്കെ വായിച്ച ആളുകൾ ഉണ്ടാവാം, സ്വാഭാവികം. നമ്മുടെ ജാമ്യയിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ വരേണ്ട അബ്ദുൽ മാലിക് സലഫി, അദ്ദേഹം സ്വഹീഹ് ബുഖാരിക്ക് സനദുള്ള ആളാണ്, സ്വഹീഹ് മുസ്ലിമിന് സനദുള്ള ആളാണ്, അതേപോലെ അബൂദാവൂദിന് സനദുള്ള ആളാണ്. അപ്പം അങ്ങനത്തെ ആളുകളുണ്ട്. ഓലെ കൂടെ അടക്കുമ്പോൾ ഓലയ്ക്കുന്ന കുറേ ഇൽമ് നമുക്കെല്ലാവർക്കും കിട്ടും. ഹംസ മദീനി, അതേപോലെ ഷമീർ മദീനി, ഇവരൊക്കെ സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ഈ പറയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കുന്ന, അതെല്ലാം ഷറഹുകൾ ചെയ്ത പണ്ഡിതന്മാർ, അവരിൽ നിന്ന് ഏക്കുന്നേരെ പഠിച്ച ഒരു ശിഷ്യന്മാരാണ് അവരൊക്കെ. അപ്പം ഞങ്ങളൊക്കെ അവരുടെ സഹപ്രവർത്തകരാണ്. നമുക്കുള്ള ധൈര്യം അതൊക്കെയാണ്. ഞങ്ങളൊക്കെ ഒരു മുഖാമത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാവരും കൂടിയിരിക്കും, ഒരുപാട് ദിവസം അതിനു വേണ്ടി ചിലവഴിക്കും, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കും, അവരൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മുഷാവറയിലൂടെയാണ് ഞങ്ങളിതൊക്കെ അവതരിപ്പിക്കുന്നത്. അല്ല ഞങ്ങളാരും ഇതെല്ലാം കൂടി പഠിച്ചു ഉഷാറായി വന്നിട്ട് നിങ്ങൾ ഏത് കിതാബ് വെച്ചാലും പറയാം എന്ന മട്ടിലല്ല. അതിനുള്ള ഒരു യോഗ്യതയും നമുക്കാർക്കും ഇല്ല. അവിടെ അവരെക്കാൾ മേലെ എന്നല്ല, അവരടുത്തേക്ക് പോലും നമ്മളതിന് എത്തുകയുമില്ല. പിന്നെ ഓല് പറഞ്ഞ് എന്നോട് സ്വീകരിക്കുന്നില്ല എന്നാണ്. അവർ പറഞ്ഞു ഞങ്ങളാണ് സ്വീകരിക്കുന്നത്, നിങ്ങളാണ് സ്വീകരിക്കാത്തത്. ഇപ്പോൾ സുയൂത്തി ഇമാമിൻ്റെ കിതാബ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് വെറുതെ നിങ്ങൾ വായിച്ചു നോക്കി. സുയൂത്തി ഇമാമിൻ്റെ കിതാബ് എടുത്തിട്ട് ആ കിതാബിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയതാണോ, അംഗീകരിക്കുന്നതാണോ അല്ലാത്തതാണോ കൂടുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 90% എടുക്കാത്തേക്കും, 10% എടുക്കുന്നുണ്ടാവും. അത് തർക്കമുള്ളതാവില്ല. നിസ്കാരം 5 വക്താണ്, നോമ്പ് നിർബന്ധമാണ്, ഇതൊക്കെ എടുക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് ഉള്ള സംഗതികൾ പലതും എടുത്താൽ ഇപ്പം മൗലിയിൽ തന്നെ സുയൂത്തി ഇമാം പറഞ്ഞ എന്താണ്? ആയത്തോതുക, ഹദീസ് പറയുക, ഭക്ഷണം കഴിച്ച് പിരിയുക, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക. അതിനപ്പുറം മറ്റൊന്നും കൂട്ടിയില്ലെങ്കിൽ നല്ല വിധേയത്താണ്. കൂട്ടിയാലോ നല്ല വിധേയത്വമല്ല. നിങ്ങളെന്താ നിങ്ങൾ കൂട്ടിക്കുക? നിങ്ങൾ മൊത്തം ഉണ്ടാക്കിയിട്ട് അയക്കുന്നത് കൂട്ടിക്കുകയാണ്. കംപ്ലീറ്റ് നുണ ഉണ്ടാക്കിയിട്ട് അയക്കുന്നതാണ് കൂട്ടിച്ചേർത്തു. ഇത് സുയൂത്തി നിങ്ങൾ എന്ത് ബന്ധമുള്ളത്? വല്ല ബന്ധമുണ്ടോ? ആ സുയൂത്തി ഇമാം എത്ര വിധേയത്വയാണ് ശക്തമായി എതിർത്തത്? നിങ്ങളാരും സ്വീകരിക്കുന്നുണ്ടോ? എന്തെല്ലാം സംഗതിയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അസ്കാനി ഇമാമാവട്ടെ എത്ര വിഷയങ്ങളിൽ ഒരു മൗലീദിന് ഒരു ഭാര്യ എവിടെ കണ്ടപ്പോൾ ഒരു വിധേയത്തിന് ഹസന കണ്ടപ്പോഴേ കിട്ടിപ്പോയി എന്ന് നടക്കുക എന്നല്ലാതെ പറഞ്ഞില്ലല്ലോ. അവരെ കിതാബിൽ ഒരു വിധേയത്തിന് ഹസന വാക്കുണ്ടു, ആ ഇത് ഹസനത്താണ് എന്ന് വിചാരിച്ച ഒപ്പം കൂടിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് അവരൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ മൗലിക വിഷയത്തിൽ തന്നെ പസ്കാലി പറഞ്ഞ കംപ്ലീറ്റ് വായിച്ചാൽ നിങ്ങൾ സമസ്തർക്കം പിരിച്ചിട്ടാണ് പോകും. അതേ ഉണ്ടാവുള്ളൂ. മൗലിദ് മാത്രമല്ല, സമസ്ത വരെ പിരിച്ചിട്ടാണ് പോലും. ആ കോലത്തെ മൗലിദ് വിഷയത്തിലടക്കം അസ്കാലി പറഞ്ഞ മൊത്തം വായിക്കുകയാണെങ്കിൽ ഇബ്നു ഹാജുൽ മാലികി റഹിമഹുല്ലാഹ് അൽ മദ്ഖലി അതൊന്ന് മദ്ഖലി തന്നെ അത് വായിക്കുന്ന സാധനമാണ്. ഇബ്നു ഹാജുൽ മാലികി റഹിമഹുല്ലാഹ് അൽ മദ്ഖലി അദ്ദേഹം ഏതാണ്ട് ഒരു 5-6 പേജാണ് മൗലിദുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് ഫുള്ള് നിങ്ങളൊന്ന് വായിച്ചു നോക്കാണ്, നിങ്ങളതൊക്കെ നിർത്തിപ്പോകും. എന്നിട്ട് എവിടെയെങ്കിലും കിതാബിൽ വിദേഹത്തിന് ഹസന വാക്കണ്ടപ്പോഴേക്ക് നമുക്ക് അനുകൂലമാണ് എന്ന് വിചാരിച്ച് ഒപ്പം കൂടിയാൽ അതിന് ഒരു നിർവാഹവുമില്ല. അപ്പം ഇമാമിയങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം, എല്ലാ ഇമാമുകളും സ്വീകരിക്കാം. ഞാൻ നേരത്തെ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അതാണ് നമുക്കുള്ള നിലപാട്. ഏത് ഇമാമിനെ നമുക്ക് സ്വീകരിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ഇമാം പറഞ്ഞ ഒരു വചനം മറ്റു ഇമാമികളെല്ലാം രേഖപ്പെടുത്തി പോന്ന ഒരു അസുലിനോട് എതിരാണെങ്കിൽ അവിടെ ആ ഇമാം ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയൽ ആ ഇമാമിനെ സ്വീകരിക്കലാണ്. ഞാൻ നേരത്തെ 2 ഉദാഹരണം പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു എന്ന് പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇമാം ഷാഫി ആ പറഞ്ഞ അഭിപ്രായത്തെ മാറ്റി നമ്മളെല്ലാവരും സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അത് പറയുന്നു. അത് പറയലാണ് ഇമാം ഷാഫിയെ സ്വീകരിക്കൽ. കാരണം ഇമാം ഷാഫി പറഞ്ഞ ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാണ് എൻ്റെ മദ്ഹബ്. ഇപ്പം എന്തുകൊണ്ട് ഇമാം ഷാഫി ഇത് സുന്നത്തില്ല എന്ന് പറഞ്ഞു? ഇമാം ഷാഫി കാരണം പറഞ്ഞത് നബിയിൽ നിന്ന് ബാങ്ക് ഉദ്ധരിച്ചവരാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഇമാം ഷാഫിന്റെ കിതാബുൽ ഉമ്മില ചർച്ചയുണ്ട്. നബി ഇമാമിന്റെ ശറഹ് മുഹദ്ദബിൽ വിശദമായി അദ്ദേഹം അത് ചർച്ചക്കെടുക്കുന്നുണ്ട്. അവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു നബിയിൽ നിന്ന് ബാങ്ക് ഉദ്ധരിച്ച ഒരാളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഹദീസിലുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി ഇമാം പറഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അസ്വത്ത് എന്ന് പറയണം. അപ്പം അത് പറയാണ് ഇമാം ഷാഫിയെ സ്വീകരിക്കൽ. അല്ലാതെ ഇമാം ഷാഫി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാകല്ല. ഇമാം ഷാഫി എത്ര ലക്ഷം ഹദീസ് ഹിഫ്ളാണ്, എത്ര ലക്ഷം ഹദീസ് ഹിഫ്ളാണ് ഇമാം ഷാഫി. എന്നിട്ട് ഇമാം ഷാഫി പറയാം അസ്വത്ത് എന്ന് പറയണ്ടാന്ന്. ഞാനും നിങ്ങളും പറയും അല്ല അത് പറയും. അപ്പോൾ എടുത്ത് ചോദിക്കാം നിങ്ങളാണോ ഇമാം ഷാഫിയാണോ വലുത് ചോദിച്ചാലോ ഇമാം ഷാഫിയാണ് വലുത്. 5 ലക്ഷം 6 ലക്ഷം ഹദീസൊക്കെ ഹിഫ്ളാണ് ഇമാം ഷാഫിയെ പറ്റി പറയപ്പെടുന്നത്. ആ ഇമാം ഷാഫി പറയാം അസ്വത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അക്റഹു ഞാനത് വെറുക്കുന്നതാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്നിട്ട് നമ്മളൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്നും അറിയാത്ത മൊല്ലാക്ക വരെ ഇത് കൊടുക്കുകയാണ്. അപ്പം മൊല്ലാക്കോട് ചോദിക്കാം മൊല്ലാക്ക നിങ്ങളാണോ ഇമാം ഷാഫിയാണോ വലുത്? അത് ഞാൻ തന്നെ എന്താ എനിക്ക് എന്താ തോന്നുന്നു ചോദിച്ചാൽ നമ്മളെല്ലാം പറയോ? അതിനെതിരൊക്കെ ഉള്ളത് ഏത് വിഷയത്തിലും. പെരുന്നാൾക്ക് സ്ത്രീകളെ പറഞ്ഞേക്കണം, ഇമാം ഷാഫി പറഞ്ഞെന്താണ്?
പെരുന്നാൾ നിസ്കാരത്തിൽ സ്ത്രീകളെ പറഞ്ഞ ഇമാം ഷാഫി പറഞ്ഞു ഒരു ഹദീസ് വന്നിരിക്കുന്നു ഫീഹി അന്ന നിസാ യുത്റകന അൽ ഈദൈനി, രണ്ട് പെരുന്നാളിലേക്ക് സ്ത്രീകളെ പറഞ്ഞേക്കണമെന്നാണ് ഹദീസിലുള്ളത്. ലഇൻ കാന സാബിതൻ ലഖുൽതു ബിഹി, ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി. ആ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചു, ഇമാം മുസ്ലിം ധരിച്ചു, മുത്തഫഖുൻ അലൈഹിയായി. ഉമ്മു അത്തിയ്യ പറഞ്ഞ ഹദീസ് കുന്നാ നുഅ്മറു അൻ നുഖ്ജൽ ഹുയ്യല വദവാത്തിൽ ഖുദൂർ എന്ന് പറയുന്ന ഹദീസ് ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസ്. ഇമാം ഷാഫി പറയാ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഇമാം അസ്കലാനി പറയാ ആ ഹദീസ് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്കലാനി പറഞ്ഞു ഫയുഖാലു അലൈഹി, ഇമാം ഷാഫി പറഞ്ഞതിനെതിരായിട്ട് പറയാം സബത, സ്ഥിരപ്പെട്ടിരിക്കുന്നു. വറവാഹു ശൈഖാനി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫലസിമ ശാഫിഇയ്യ അൽ അമലു ബിഹി, അവിടെ ഈ ഷാഫികൾക്ക് നിർബന്ധമാണ് ഇത് പ്രകാരം അമൽ ചെയ്യാൻ. പക്ഷെ ഷാഫികൾ അമൽ ചെയ്തില്ല, സലഫികൾ അമൽ ചെയ്തത്. അപ്പൊ ഇമാം ഷാഫിയാണോ നമ്മളാണോ വലുത്? ഇമാം ഷാഫിനെ വലുത്, സംശയമൊന്നുമില്ല. അപ്പൊ ഏതു മനുഷ്യനിലും ചില ഹദീസുകൾ കിട്ടാതെ പോയേക്കാം, ചില ഹദീസുകൾ ബോധ്യപ്പെടാതെ പോയേക്കാം. അത് അവരുടെ കുറവല്ല, അത് മാനുഷികമാണ്. അത് പഠിപ്പിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നല്ലൊരു കിതാബുണ്ട്, റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം എന്ന കിതാബ്. നല്ല കിതാബാണ്, ഒരു ആകെ കുറഞ്ഞ പേജേ ഉള്ളൂ. ഓരോ ഇമാമുമാരുടെ നിലപാട് എന്താണ്, ആ ഇമാമുമാരെ എന്തുകൊണ്ടാണ് ഹദീസ് ഇങ്ങനെ കിട്ടാതെ പോയത്, എന്തുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്നൊക്കെ വിശദമായി പഠിപ്പിക്കുന്ന നല്ലൊരു ഗ്രന്ഥമാണ്. അർഷദ് വായിക്കണം. റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം എന്ന പേരിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതി. ഇബ്നു തൈമിയ്യ നിങ്ങളെ വിട്ടാടി ആ കിതാബ് വായിച്ചാടി, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ഇതിനൊക്കെയുള്ള മറുപടി അതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്നു ഹാജ് ഒക്കെ നബിദിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞുണ്ടാകണ്ട. വമിൻ ജുംലത്തി മാ അഹ്ദസുഹു മിന ബിദ്അഇ, ഇന്നവർ പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. മാ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്തി, ഇത് വലിയ ഇബാദത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വഇൽഹാരി ശആഇരി മാ യഫ്അലു ഫീ ശൈ റബീഇൽ അവ്വലി മിനൽ മൗലിദി, റബീഉൽ അവ്വൽ മാസത്തിൽ അപ്പോൾ ചെയ്ത മൗലിദ് എന്ന ഏർപ്പാട് വലിയ ഇബാദത്താണെന്ന് ഒരു വിശ്വസിക്കുന്നു, ഉണ്ടാക്കിയ ബിദ്അത്താകുന്നു അത്. വഖദ് ഇഹ്തവ അലാ ബിദ്അഇൻ വമുഹറമാത്തിൻ ജുംല, കുറേ ബിദ്അത്തുകളും കുറേ ഹറാമുകളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതങ്ങൾ, അതേപോലെ വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങി അദ്ദേഹം എന്നിട്ട് പറയാണ്. എന്നിട്ട് പറയാണ് ഇത് ഈ ഒരു മാസത്തിൽ ഈ ഹറാമ് അല്ലെങ്കിൽ ഇത്രയും ഹറാമാണ്, ഈ മാസം ഈ പേരിലാകുമ്പോൾ അതിൻ്റെ ഹറാമ് കൂടുന്ന പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹറാമ് ഈ മാസത്തിൻ്റെ പേരിലാകുമ്പോഴോ فكيف به إذا انضم إلى فضيلة هذا الشهر العظيم الذي فضله الله تعالى وفضلنا فيه بهذا النبي الكريم. ഈ നബിയെ കൊണ്ട് അള്ളാഹു നമുക്ക് ഔദാര്യം ചെയ്ത ഈ മാസത്തിലേക്ക് ഈ ഹറാമ് ചേർത്താൽ എത്രമാത്രം ഗൗരവമായിരിക്കും എന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് പിന്നെ അദ്ദേഹം അതിൻ്റെ ഹുക്കുമൊക്കെ പറഞ്ഞു. ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ അതുമാത്രമല്ല, അതിൻ്റെ ഭാഗമായി വരുന്ന ഒരുപാട് വേണ്ടാത്തങ്ങൾ അദ്ദേഹം പറയാണ്. ഇവിടെ ആണും പെണ്ണും ഒരുമിച്ച് കൂടലുണ്ട്. അദ്ദേഹം പറയാം ജാഥ പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ മേലെ കയറി നോക്കുന്നത് പറഞ്ഞ് ചില ആളുകൾ ഈ മാസം വന്നാൽ ഈ മാസം പറക്കുമ്പോഴേക്ക് ദഫോണ് കളിക്കാൻ തുടങ്ങുകയാണ്. അന്ന് എടുക്കുക, ഈ മാസം പ്രവേശിക്കുമ്പോഴേക്ക് പോലെ പണി എന്താണ്, ഒരു കളിയായി വിനോദമായി ദഫും കൊണ്ടായി അവരെ ചാട്ടം. ഫമൻകാന ബാക്കിയൻ ഫൽയബ്കി അലാ നഫ്സിഹി വഅലൽ ഇസ്ലാം, വല്ലവനും കരയുകയാണെങ്കിൽ ഇസ്ലാമിനെ ഓർത്ത് കരഞ്ഞോളി, സ്വന്തത്തിനെ ഓർത്ത് കരഞ്ഞോളി എന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ ഇത് മാത്രമാണെങ്കിൽ തിരക്കിടില്ല. ചില ആളുകൾ അദബ് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കുറച്ച് ഖുർആൻ ഓതും, എന്നിട്ട് ആളുകളെ ആകർഷിക്കാൻ പറ്റിയ ആരാ നോക്കും കൂട്ടത്തിൽ, വലിയ ആൾക്കാർ നിരോളിച്ച് പോലെ കുപ്പിയിലാക്കാൻ പറ്റിയ ആരാ നോക്കും, എന്നിട്ട് ഓനെ കൊണ്ട് ഓതിപ്പിക്കും. അപ്പോൾ ഓതും അതിൽ ഒരുപാട് മഫ്സത്തുകൾ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഓരോന്നെണ്ണി പറയാണ്. ഇനി മാത്രമല്ല അദ്ദേഹം പറയാണ്, ചിലപ്പോൾ ഈ നബിദിനത്തിൻ്റെ പേരും പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അവിടെ കാണാം ചിലപ്പോൾ സ്ത്രീകളൊക്കെ പടങ്ങനെ മേലെ കയറി നോക്കി നിൽക്കും. എന്നിട്ട് അദ്ദേഹം പറയും ആണുങ്ങളെ നോക്കിയിട്ട് പറയും ഹാദാ സൗജത്തു ഫുലാൻ, ഹാദാ ബിന്തു ഫുലാൻ, ഇത് മറ്റോൻ്റെ ഭാര്യയാണ്, ഇത് എൻ്റെ മോളാണ് എന്ന് പറഞ്ഞിട്ട് ഓളെപ്പറ്റിയായി പിന്നെ വർത്താനം, ഈ വക ഹറാമിനെതിരെ പിന്നെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി പറയാത്തൊന്നുമില്ല. അവസാനം അദ്ദേഹം പറയാ മാതൃകയാക്കാൻ പറ്റിയ മനുഷ്യന്മാരെ കഴിഞ്ഞു പോയി കൂട്ടരെ, എല്ലാ തിന്മയും എതിർക്കുന്ന ആളുകളൊക്കെ ഇല്ലാതായി പോയി.
ഇന്ന് ഞാനുള്ളത് ഒരു തലമുറയിലാണ്, തമ്മിൽ അങ്ങോട്ടും പുകഴ്ത്തുന്നതാണ് പോലെ പണി. അതുകൊണ്ട് മോനെ മനസ്സിലാക്കിക്കോ, ചില മനുഷ്യന്മാരുണ്ട്, കണ്ട മനുഷ്യനാണ്, സംഗതി മൃഗമാണ്. അങ്ങനത്തെ ചില ആളുകൾ ഇപ്പം ഉണ്ട്. ഫീ സൂറത്തി കേൾവിയും കാഴ്ചക്കുള്ള മനുഷ്യനായിട്ട് ഇങ്ങനെ കാണും, സംഗതി ബഹീമത്താണ്. അതുകൊണ്ട് നീ അതൊന്നും പെട്ടുപോണ്ട, അതുകൊണ്ട് ഇതൊക്കെ നീ ഒഴിവായി പോയിക്കോ എന്ന് പറഞ്ഞ ഉപദേശം വരെ അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ ഇമാമികൾ വിധിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് മൗലിദ് തെളിവ് പറഞ്ഞിട്ട് ഇബ്നു ഹാജറിനെ കൊണ്ടുവരുമ്പോൾ, ഇസ്തിഗാസ തെളിവായി ഇബ്നു ഹാജറിനെ കൊണ്ടുവരുമ്പോൾ അതേ ഇബ്നു ഹാജറിന്റെ കിതാബിൽ ഇതുണ്ട്. അപ്പം ഒരു കിതാബിലെ എല്ലാ സംഗതിയും എല്ലാം സ്വീകരിക്കണമെന്നില്ല. നേരെ മറിച്ച് ആ കിതാബുകളിൽ പ്രമാണങ്ങളോട് യോജിക്കുന്ന, അസുലിനോട് യോജിക്കുന്നതാണോ നമുക്ക് സ്വീകരിക്കാം. ഇല്ലേ, അത് അദ്ദേഹത്തെ പറ്റി അബദ്ധമായിരിക്കാം, അശ്രദ്ധയായിരിക്കാം, ഒരു പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അറിവിൽ അത് വന്നിട്ടില്ലായിരിക്കാം, പിന്നീട് വന്നിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കി ഇമാം ഷാഫിക്ക് പഴയ കൗലും പുതിയ കൗലും ഉണ്ടായത് അങ്ങനെയല്ലേ? അത് ഇമാം ഷാഫി നമ്മൾ ആക്ഷേപിക്കലുണ്ടോ? അവിടെ ഏത് വിഷയത്തിലും അതാണ് നമ്മുടെ നിലപാട്. ഇമാം സുയൂത്തി പറഞ്ഞാലും ഇമാം അസ്കലാനി പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരിയാണോ, പ്രമാണങ്ങൾ യോജിക്കുന്നതാണോ നമുക്ക് സ്വീകരിക്കാം. അതിന് വല്ല അബദ്ധങ്ങളും ഉണ്ടോ? അത് ആ അബദ്ധം നമ്മൾ കണ്ടുപിടിക്കില്ല, നമ്മൾ ഇമാം സുയൂത്തിക്ക് തെറ്റുപറ്റിയെന്ന് പറയില്ല. നേരെ മറിച്ച് മറ്റു ഇമാമിമാർ പറഞ്ഞോട് യോജിക്കുന്നില്ല, അസലിനോട് യോജിക്കുന്നില്ല, മറ്റു പദങ്ങൾ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു, അത് വെച്ച് നോക്കുമ്പോൾ അതിൽ അവർ തെളിവ് പറയുന്നു, മറ്റൊരു ന്യായം പറയുന്നു, അത് പ്രകാരമാണ് പറയുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ചെറിയ കാര്യം അറിയിക്കാൻ, 2 വയസ്സുള്ള ഒരു പെൺകുട്ടി കോടിയുടെ മുകളിൽ നിന്ന് തലയടിച്ച് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രയാസങ്ങളില്ലാതെ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയ്ക്ക് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അവസാനത്തെ ചോദ്യം ചോദിക്കാനുള്ള സമയമുണ്ട്. നമുക്കിനി 10 മിനിറ്റും കൂടി ഉള്ളൂ. ഇപ്പോൾ അവിടെ പറഞ്ഞത് ആകപ്പാടെ ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് കിതാബിൽ വന്നു കഴിഞ്ഞാലും അത് പ്രമാണത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഖുതുബയിൽ, വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ നമ്മൾ സലാത്തും അല്ലല്ലോ, മുജാഹിദീങ്ങൾ ചെല്ലാറുണ്ട്. അല്ല, ഞാൻ വിഷയം പറഞ്ഞുതരാം. സലാത്ത് ചെല്ലാറുണ്ട്. ആ സലാത്തെല്ലാം നിർബന്ധമാണെന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്തത്, അവരെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഖുർആനോ ഇനി അതല്ലെങ്കിൽ ഹദീസോ ഇജ്മാവോ ഖിയാസോ, അതായത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാണെന്നുള്ള ഇജ്മാ കേട്ടോ, ചിലപ്പോൾ സുന്നത്താന്നുണ്ടാകും, അതല്ല നിങ്ങൾ നിർബന്ധമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം നിർബന്ധമാണെന്നുള്ളതിന് ഖുർആനോ ഹദീസോ ഇജ്മാവോ ഖിയാസോ ഏതെങ്കിലും ഉണ്ടോ? അത് ചോദിക്കാനുള്ള കാരണം ഇവിടെ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളോട് യോജിച്ചത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് ചോദിക്കുകയാണെന്നുള്ളൂ. നമ്മളെ വിഷയം നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോദിക്കാണ്ട് ചോദിക്കാം. മുഖാമുഖത്തിൽ നമ്മളെ വിഷയം എന്താ? അതായത് നമ്മുടെ നബിദിനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ ചോദിക്കണം ഇഷ്ടംപോലെ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാമെന്നാണ്. ഇത് വേറെ വിഷയമാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് സ്വലാത്തിൻ്റെ വിഷയത്തിലല്ല, അപ്പോൾ പലപ്പോഴും ഇവിടെ ഇമാം മാലിക് റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന ഈ സംസാരം ഫയറാഹ ഹസന എന്ന് പറഞ്ഞ പദപ്രയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചത് ഇമാം മാലിക്കിൻ്റെ ഈ കൗലുണ്ടായതുകൊണ്ടാണ് നബിദിനം ബിദഅത്ത് എന്നാണ്. അതൊരിക്കലും അല്ല. നബിദിനം ബിദഅത്താകാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അത് പഠിപ്പിച്ചു തന്നില്ല എന്നുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ കൗല്, ആ കൗലി എന്നുള്ളത് പ്രമാണങ്ങളോട് എതിരാകാത്ത കൗലായതുകൊണ്ടും മുൻഗാമികളായ പണ്ഡിതന്മാർ അത് കൃത്യമായി എടുത്ത് ഉദ്ധരിക്കുന്നത് കൊണ്ടുമാണ് സാധാരണഗതിയിൽ അത് ഉദ്ധരിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ സനദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി കൊണ്ട് ഇതിൻ്റെ സമാപന സംസാരത്തിൽ ഫൈസൽ മലിക് എന്തൊരു കാര്യം പറയണം. ചെറിയൊരു 2 കാര്യം ആഡ് ചെയ്ത് സമാപനത്തിലേക്ക് നീങ്ങാം. നമ്മൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് വിശുദ്ധ ഖുർആൻ പൊതുവായി പറഞ്ഞു, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞു. അത് ആമാണ്, പൊതുവായി എല്ലാ സ്ഥലത്തേക്കും അഥവാ എപ്പോഴും അത് പറ്റും. 2 സ്വഹാബിമാർ ചെയ്തു മാതൃക കാണിച്ചു. ഖുത്ബയിൽ സ്വഹാബിമാർ നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയത് പ്രത്യേകമായി സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബിൽ നിന്ന് ഇബ്നു മസ്ഊദിൽ നിന്നൊക്കെ
അവർ ഖുത്ബയിൽ നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയതായിട്ട് പ്രത്യേകം സ്ഥിരപ്പെട്ടു വന്നത്. അപ്പോൾ സ്വഹാബത്ത് ഈ ആയത്തും ഹദീസൊക്കെ പ്രകാരം അവർ മനസ്സിലാക്കിയ ഒരു അമൽ ചെയ്തത് അങ്ങനെയാണ്. ഇബ്നു ഖയ്യിമിന് ജലാഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്വലാത്ത് പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങൾ പറയുന്നിടത്ത് ഈ വിഷയം പറയുകയും അത് സ്വഹാബത്തെ ചേർത്ത് അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈത്തമിയുടെ അദ്ദുറുൽ മൻലൂദ് ഫി സ്വലാത്തി അലാ സാഹിബി മഖാമിൽ മഹ്മൂദ് എന്ന കിതാബിലും സമാനമായി അത് തന്നെ എടുത്തുദ്ധരിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മആദിൽ അദ്ദേഹം നബിയുടെ ഹദീ പറയുന്നിടത്ത് ഖുത്ബയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്തൊക്കെ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പൊതുവേ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ മൊത്തത്തിൽ ഇതൊരു അദബായി പറഞ്ഞിട്ടുമുണ്ട്. ഫർളാണോ വാജിബാണോ സുന്നത്താണോ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഖുത്ബയുടെ ഒരു അദബായി പറഞ്ഞിടത്ത് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുത്ബയിൽ മാത്രമല്ല പൊതുവായ ഏത് കൂടിയിരുത്തങ്ങളിലും മജ്‌ലിസുകളിൽ കൂടിയിരിക്കുന്നിടത്ത് സദസ്സുകളിൽ ഒക്കെ ഹംദ്, സ്വലാത്ത്, ബിസ്മി എന്നിവയൊക്കെ ഒരു പൊതുവായ മര്യാദയാണ്. ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അബ്തറാണ് എന്ന് പഠിപ്പിച്ചു. ഹംദ് കൊണ്ട് ആരംഭിക്കാൻ പ്രത്യേകമായി പറഞ്ഞു. സ്വലാത്തില്ലെങ്കിൽ അവർക്ക് തിറത്ത്, അത് ഖേദമായി മാറും എന്ന് ഹദീസിൽ വന്നു. അതെല്ലാം വെച്ചുകൊണ്ട് ഏതു സദസ്സിലും, അതോടൊപ്പം നമ്മൾ ഇവിടെ മുഖാമം തുടങ്ങുമ്പോഴും ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. ഖുർആൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടാണ് തുടങ്ങുക. ഏത് ഉപദേശം ആരംഭിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അപ്പോൾ പൊതുവായി ഏത് സദസ്സിൻ്റെയും ഒരു പൊതുമര്യാദയാണെന്ന കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. ഇനി അത് സുന്നത്താകുമോ വാജിബാകുമോ ഫർള് എന്ന് പറയാൻ പറ്റുമോ എന്നതിലൊക്കെ ഖിലാഫുണ്ട്. ഷാഫി മദബിൽ അത് ഫർളാണ്, മാലിക്കി മദബിൽ അത് ഫർളല്ല. അത് വ്യത്യസ്ത മദബിൽ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ട്. പൊതുവായി ഇതൊരു അദബിൻ്റെ ഭാഗമായി എല്ലാവരും എണ്ണിപ്പോഴുന്നു. സ്വഹാബത്തിൻ്റെ ചെയ്തിയാണ് അതിനുള്ള അസ്ല്. അതാണ് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സമയം വൈകിയത് കൊണ്ട് ചുരുക്കുകയാണ്. മറ്റൊന്ന് നേരത്തെ ഒരു ചോദ്യകർത്താവിടെ പറഞ്ഞിരുന്നു, ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട്. അത് അപ്ഡേഷൻ കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനൊരു വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് റേക്കാണ്. എന്താണെങ്കിലും സ്വഹാബത്തിൻ്റെ വിശ്വാസം എന്താണോ, താബികളുടെ വിശ്വാസം എന്താണോ, അതാണ് ഖിയാമത്ത് വരെയും സ്വീകരിക്കേണ്ടുന്ന വിശ്വാസം. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബത്ത് വിശ്വസിച്ച പോലെ വിശ്വസിച്ചാൽ ഇവിടെ ഹിദായത്തിലായി എന്ന് പറഞ്ഞു. ആ സ്വഹാബത്ത് ആരും ഒരു നേട്ടം മനുഷ്യനോടായ ശിർക്കല്ല ജിന്നോടായ ശിർക്കായി എന്ന് ഒരു സ്വഹാബിയും എവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യനോടായ ശിർക്കല്ല മലക്കിനോടായ ശിർക്കായി എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണം, ബദറിൽ അള്ളാഹു മലക്കളെ അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു മലക്കളെ അയക്കാമെന്ന് പറഞ്ഞത്? അങ്ങനെ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണല്ലോ. നാം മരിച്ചുപോയ ഇബ്രാഹിം നബിയാണ് പറഞ്ഞയക്കാന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. ബദറുണ്ടായപ്പോൾ ഞാൻ ഇബ്രാഹിം നബീൻ്റെ നേതൃത്വത്തിൽ കുറച്ച് അമ്പിയാക്കളാണ് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ സിസ്റ്റം ഇല്ല. മരിച്ചു പോയവർ ഇങ്ങോട്ട് വരൂല, പോലും മറ്റു ലോകത്തേക്ക് പോയി. അവർ ഇവിടെ വന്ന് സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ബദറിലോ ഉഹദിലോ ഒന്നും അല്ല അങ്ങനെ ഓഫർ കൊടുത്തില്ല. എല്ലാ അമ്പിയാക്കളെയും ഒന്നിച്ചങ്ങ് പറഞ്ഞയച്ചു തരാം എന്ന് കൊടുത്തിട്ടില്ല. പിന്നെ മിറാജ് യാത്രയിലാണ് നബിൻ്റെ മുമ്പിൽ ഓരോ ജീവനോടെ രണ്ടാമത് ഹയാത്താക്കി കൊടുന്ന് ഹാജരാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വർത്താനം പറഞ്ഞു, ഒരു നിസ്കരിച്ചു, സലാം ചൊല്ലി എന്നൊക്കെ ഉണ്ടായി. അല്ലാതെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മലക്കളതല്ല, മലക്കൾ അല്ലാഹു തആല നിയോഗിക്കുന്നു. അപ്പോൾ റബ്ബ് സഹായിക്കുന്നു. ആ റബ്ബ് ചിലപ്പോൾ മനുഷ്യനെ വിട്ട് സഹായിക്കും, ചിലപ്പോൾ ജിന്നിനെ വിട്ട് സഹായിക്കും, ചിലപ്പോൾ മലക്കിനെ വിട്ട് സഹായിക്കും, ചിലപ്പോൾ ഒരു കാഫിറിനെ വിട്ട് സഹായിക്കും, ചിലപ്പോൾ മറ്റു ജീവിയെ കൊണ്ട് സഹായിക്കും. അത് എങ്ങനെ നമുക്കറിയില്ല. സഹായം നൽകുന്ന അള്ളയാണ്, സഹായം തേടേണ്ടതും അള്ളാഹിനോടാണ്. പക്ഷേ ഒറ്റ ചോദ്യം, അത് മനുഷ്യനോടാണെങ്കിൽ ശിർക്കല്ല, മലക്കായ ശിർക്കായി ജിന്നായ ശിർക്കായി എന്നതാണ് അപ്ഡേഷൻ. അത് 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം പറയാത്തതാണ്. 2012 ശേഷം ചില മനുഷ്യന്മാർ അത് മാറ്റി. അപ്പം നമുക്ക് എതിർക്കേണ്ടി വന്നു, ശരിയല്ല എന്ന് പറയേണ്ടി വന്നു. 2007 ഫെബ്രുവരി വിചിന്തനവും 2012 ഫെബ്രുവരി വിചിന്തനവും വായിച്ചാൽ തന്നെ ക്ലിയറാണ്. ചോദ്യകർത്താവിനും അറിയാം. 2007 പറഞ്ഞു, നേരെ വിരുദ്ധം 2012 ഫെബ്രുവരിയിലെ വിചിന്തനത്തിൽ വന്നു. അവിടെയാണ് മാറ്റം വന്നത്. പിന്നെ അത് ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെ വിശ്വത്തിൻ്റെ വിശ്വാസം ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഓർക്ക് എന്തോ ഒരു ജിന്നുമായി എന്തോ ബന്ധമുണ്ട് തോന്നും. നമുക്ക് ജിന്നുമായും ബന്ധമില്ല, മറ്റു ഒരു പഠിപ്പുമായും ബന്ധമില്ല. ഇൻസുമായി തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആശ്രയിക്കാതെ നമ്മൾ ആശ്രയം ഒരു ഇൻസിനോട് വേണ്ട, ഒരു മഖ്ലൂഖിനോടും വേണ്ട, പഠിച്ചവനോട് പറയുക, അല്ല തന്നത് സ്വീകരിക്കുക, അതാണ് നമ്മളെ ആശ്രയം. പിന്നെ അല്ലെ ജിന്ന് മനുഷ്യന്മാരോട് വരെ പരമാവധി ചോദിക്കാതൊക്കെ, മനുഷ്യന്മാരോട് വരെ പരമാവധി ചോദിക്കാതിരിക്കുക. ഞാൻ അനുവദനീയമായ കാര്യം, ഹലാലായ കാര്യം, ശിർക്കൊന്നും വേണ്ട, ഹലാലായ കാര്യം എന്നാലും പരമാവധി ഒരാളത്തേക്ക് പോകാതെക്കുക, ഓനോട് കൈ കിട്ടാതെക്കുക, ഓനോട് ചോദിക്കാതിരിക്കുക. ഇതാണ് നമ്മളെ ആശ്രയം. അത് അലീബ പഠിപ്പിച്ച ആശ്രയാണ്. എത്ര പ്രയാസം ബുദ്ധിമുട്ടും വന്നാലും ശരി, ഒരാളെ മുമ്പിലും നീ മാന്യതയല്ലാതെ കാണിക്കല്ല. ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നാളെ തീർന്നോളും, പഠിച്ചവനക്ക് വഴിയുണ്ടാക്കി തന്നോളും. നീ സ്വബറോടുകൂടി തജമ്മുലോടുകൂടി മാന്യമായി നിന്നോ, അതാ നല്ലത് എന്ന് അലി അബി ത്വാലിബ് തന്നൊരു ഉപദേശമുണ്ട്. അതാണ് നമ്മൾ ആശ്രയി. അപ്പം ഇൻസിനോട് വരെ ഹലാലായ കാര്യത്തിൽ വരെ പരമാവധി ചോദിക്കാതെക്കുക.
അതാണ് നമ്മളൊക്കെ പഠിച്ച. ഒരാളിങ്ങനെ ഒരു ഒഴിഞ്ഞ വണ്ടി പോകണ്ടാൽ പോലും പരമാവധി കൈയാട്ടൂല. KSRTC കൈയാട്ടുക, അല്ലെങ്കിൽ ടാക്സി കൈയാട്ടുക, അല്ലെങ്കിൽ ഒപ്പിച്ച് പോണ വണ്ടി കൈയാട്ടുക എന്നല്ലാതെ അല്ലാത്തടുത്ത് ഓൻ ഫ്രീ കൊണ്ടായാലോ എന്ന് വിചാരിച്ച് ഓനെ കൈയാട്ടുന്ന വരെ നമുക്ക് മടിയാണ്. അത് വേണ്ട.